Good morning to all. Good morning, ma'am. Good morning, ma'am. Good morning, Miss. Good morning, ma'am. Yeah. Good morning, Miss. Good morning, Miss. Okay. Morning to all. English session Sagana. How are you all? Good. Good. Okay. എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? കഴിച്ചു. ഇതെന്തായാലും ഉഷാറില്ലല്ലോ ചേച്ചി രാവിലെ തന്നെ കുഴപ്പമൊന്നുമില്ലേ? ആക്റ്റീവാണോ? അല്ലല്ലോ. എന്താ ഭയങ്കര സൈലന്റ് ആണല്ലോ? എന്ത് ചേച്ചി? എല്ലാരും ഇവിടെ ഉണ്ട്, ഒരു കുഴപ്പമില്ല. എന്തോ എല്ലാരും ഇവിടെ ഉണ്ട്, ആർക്കും ഒരു പ്രശ്നമില്ലേ. എനിക്ക് പ്രത്യേകിച്ചു തോന്നി എനിക്ക്. യാ ഗുഡ് മോർണിംഗ്. ആശയെ കണ്ട് കുറെ നാളെ. ആശ ഭയങ്കര ബിസിയാണ് അല്ലേ ആശ? ആശ വൈറലായപ്പോ തൊട്ട് കാണാനേ ഇല്ല. കാണാൻ ഞങ്ങൾക്ക് കിട്ടുന്നില്ല. ഭയങ്കര വൈറലാ. അതാ ഞാൻ പറഞ്ഞ ഭയങ്കര ബിസിയാണ്. വൈറലായപ്പോ ഭയങ്കര അല്ലെ ചാട വന്നു തോന്നുന്നു. അല്ല മിസ്, അവളുടെ അച്ഛനൊക്കെ മേലാതൊക്കെ ആയിട്ട് കുറെ ഓട്ടത്തിലാ അവര്. മോളെ പ്രത്യേക കണ്ടീഷൻ എന്ന് പറയണോടാ. ഞങ്ങൾക്കേ കിട്ടാറില്ല. ഞങ്ങൾക്ക് ഒട്ടും കിട്ടാറില്ല. വല്ലപ്പോഴും ഒരു രാത്രി ഒരു മെസ്സേജ് വരും, നിന്നെ നിൽക്കില്ല, അത്രേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ലല്ലോ. ക്ലാസ് എടുത്താലോ? സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് ലേറ്റ് ആയി പോയിട്ടോ. ഞാൻ അത് പറയട്ടെ, കുറച്ച് ലേറ്റ് ആയി പോയി. ഒരു ബാച്ചിന്റെ ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു. 10:30 ക്ലാസ് ആയിരുന്നു. 11:30 ആയിട്ടൊന്നും നിർത്തുന്നുണ്ടായിരുന്നില്ല. സംസാരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി പോയതാണേ. ഓക്കെ, സോറി. ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സില് സീജ ഉണ്ടോ? സീജ, നജുവ സ്വാഭാവികം അവരുണ്ട്. ഓക്കെ, പ്രസന്റ്. നജു ഉണ്ടോ അവിടെ? നജു ഉണ്ടല്ലോ. ബസ്സിലാണ്. രാവിലെ വെക്കുള്ളൂ. പേജ് നമ്പർ എത്രയാ? ഐ തിങ്ക് 23 ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. മതി. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മാൻ പവർ പ്ലാനിങ് വരെ എടുത്തായിരുന്നു അല്ലെ? ഓർഗനൈസിംഗില് മാൻ പവർ പ്ലാനിങ് വരെ എടുത്തായിരുന്നു. നെക്സ്റ്റ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ആൻഡ് പ്ലേസ്മെന്റ്. ഓക്കെ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. നമുക്ക് സ്ക്രീൻ കാണുന്നുണ്ടോ? നോട്ട് കാണുന്നുണ്ടല്ലോ അല്ലെ? ഇവിടെ നോട്ട് കുറച്ച് സൂം ചെയ്യാം. നിങ്ങൾക്ക് നോട്ട് ഇതുപോലെ പ്രസന്റ് ചെയ്യുന്നത് നിങ്ങൾ വേറൊരു സ്ലൈഡ് മാറുന്നുണ്ട്. കാരണം നിങ്ങളുടെ ആ ഒരു ഹോം പേജ് ആയിരിക്കും ഞങ്ങൾക്ക് കാണും. നോട്ട് എടുക്കുമ്പോൾ ഞങ്ങൾക്ക് നോട്ട് മാത്രമേ കാണൂ. ഇപ്പൊ ഞാൻ നോട്ട് എടുത്ത് വെച്ചിരിക്കുകയാണേ. എനിക്ക് നോട്ട് മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾ പറയുന്ന മെസ്സേജസോ നിങ്ങൾ എന്ത് ഇമോജീസോ എന്ത് ഷെയർ ചെയ്താലും ഞാൻ കാണിക്കും. മനസ്സിലായോ? ഇപ്പൊ ഞാൻ കാണും. മനസ്സിലായോ? അപ്പൊ അതൊരു പ്രശ്നമുണ്ട് കേട്ടോ. കാരണം എല്ലാ ടീച്ചേഴ്സും ഈ നോട്ട് എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾ പറയുന്ന മെസ്സേജും കാര്യങ്ങളൊന്നും കാണില്ല കേട്ടോ. പിന്നെ ഞാൻ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ ഞാൻ ഇതൊരു നോട്ട് എടുത്ത് വെക്കുന്നില്ല. ഓക്കെ, ഞാൻ നിങ്ങളുടെ പേജ് തന്നെ വെക്കുന്നേ. അപ്പൊ അതിൽ നോട്ട് കുറച്ച് നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഞാനും കാണും. അത്രയും വലിയ വലുതായിട്ടൊന്നും കാണുന്നില്ലെങ്കിൽ ചെറുതായിട്ട് കാണുന്നു. ഞാൻ അത് നോക്കിയാണ് വായിക്കുന്നത്. അപ്പൊ എനിക്ക് നിങ്ങളെയും കാണാം, ഞാനത് വായിക്കുകയും ചെയ്യും. ഞാൻ ആ രീതിയിലാണ് ക്ലാസ് എടുക്കുന്നത്. സോ എല്ലാ ടീച്ചേഴ്സും അങ്ങനെ ആയിരിക്കണമെന്നില്ല കേട്ടോ. എല്ലാവരും ഈ നോട്ട് വെച്ച് ക്ലാസ് എടുക്കും. അപ്പൊ നിങ്ങൾ പറയുന്ന കാര്യങ്ങളോ മെസ്സേജസോ അത് കാണിക്കും. ഓക്കെ, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഡിപ്ലോമയിൽ പഠിക്കുമ്പോൾ ഈ മോഡലായിരുന്നു ഞങ്ങൾ ഷെയർ ചെയ്യുന്നത് നോട്ട്സ്. കാരണം ആ നോട്ട്സ് ഷെയർ ചെയ്യുമ്പോൾ ഇടയ്ക്ക് മിസ് ചെയ്യുന്നുണ്ട്, കാണുന്നില്ല, ഇൻവിസിബിൾ ആകുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇഷ്യൂ വന്നതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ വേറെ വേർഷനിലേക്ക് മാറി. അതുകൊണ്ട് ഇപ്പൊ നോട്ട് കാണുമ്പോൾ നോട്ട് ഞങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ സോറി ഞാൻ നോട്ട് വായിക്കുമ്പോൾ നിങ്ങളെ കാണാൻ പറ്റില്ല. മീൻസ് മെസ്സേജ് കാണില്ല. ഓക്കെ, തൻസി ഗുഡ് മോർണിംഗ്. ഒരുപാട് നാളായാലും കണ്ടിട്ട്. എവിടെയായിരുന്നു?
കുഴപ്പമില്ല, മനസ്സിലായി. ആ ഇമോജി എന്നല്ല എനിക്ക് മനസ്സിലായി, എന്തും പറയണ്ട. ഓക്കെ, അപ്പൊ മനസ്സിലായല്ലോ, അതാണ് പ്രശ്നം കേട്ടാ. ഓക്കെ, ഞാൻ എന്തുകൊണ്ട് പറഞ്ഞു എന്നൊക്കെ മനസ്സിലായില്ലേ ഇപ്പൊ? ഞാൻ ഇനി കൂടുതൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ. സൊല്യൂഷൻ ഞാനിപ്പോ ചെയ്യുന്നത് എങ്ങനെയാ ഇപ്പൊ ഇത് പറയാം. ഇപ്പൊ ഇതൊരു ഹോം പേജ് ആണ്. ഞാനിപ്പോ എനിക്ക് എന്നെ കാണാം, ഞാൻ ക്യാമറ നോക്കി സംസാരിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളെയും കാണാം, വായിക്കുന്ന മെസ്സേജസ് എനിക്ക് ഇപ്പോ കാണാം, നിലവിൽ കാണാം. അത് പക്ഷെ എനിക്ക് നോട്ടും കാണാം. നോട്ട് ആ പോർഷൻ മാത്രം, നിങ്ങൾ കാണുന്ന പോർഷൻ മാത്രമേ ഞാനും കാണുന്നു. ഓക്കെ, എനിക്കിത് സ്ക്രോൾ ചെയ്യണമെങ്കിൽ സ്ക്രോൾ ചെയ്യുമ്പോൾ ഞാൻ ആ നോട്ടിലേക്ക് പോകും. നോട്ടിന്റെ ഫയൽ ഇട്ട് ഞാൻ ആ നോട്ടിന്റെ ഫയലിലേക്ക് പോകും. ഇപ്പൊ എനിക്കൊന്നും കാണും, ഞാൻ സ്ക്രോൾ ചെയ്തിട്ട് കണ്ടോ. ഞാൻ സ്ക്രോൾ ചെയ്യണമെങ്കിൽ ഞാൻ ഈ പറയുന്ന നോട്ടിന്റെ ഫയലിലേക്ക് പോകണം. അങ്ങനെ നോട്ടിന്റെ ഫയൽ എടുക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ സ്ക്രീൻ കാണില്ല. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും നിങ്ങളുടെ സ്ക്രീനിലേക്കാണ് വരുന്നത്. പൊതുവെ ഞാൻ അങ്ങനെ ചെയ്യാറ്. ഇത്രയും നോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ സ്ക്രീനിലേക്ക് വരും. ഈ തമ്പ് മിസ് കണ്ടായിരുന്നു. എന്തോ ഞാനിപ്പോ തമ്പ് ചെയ്തപ്പോ മിസ് ആ തമ്പ് കണ്ടായിരുന്നു. ഇതാണ് അവിടെ ഞാനിപ്പോ ഈ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് മെസ്സേജ് ഞാൻ കാണും. എനിക്ക് ഈ നോട്ട് മാത്രമാണ്. ഞാൻ 2-3 തവണ തമ്പ് ചെയ്തു. ഞാൻ ഒരു 2-3 തവണ തമ്പ് ചെയ്തു. മിസ് കണ്ടില്ലല്ലേ? അതാ പറയുന്നേ, ഈ നോട്ട് വെക്കുമ്പോ ഞങ്ങൾക്ക് ഈ സിസ്റ്റത്തിന്റെ ഫുൾ സ്ക്രീൻ ഈ നോട്ട് മാത്രമേ, നോട്ടിഫിക്കേഷൻ സൗണ്ട് ഉണ്ടാകില്ല കേട്ടോ. നോട്ടിഫിക്കേഷൻ സൗണ്ട് കാണില്ല, സൗണ്ട് ഇല്ല, കാണില്ല എന്നാലും സൗണ്ട് ഇല്ല. നിങ്ങൾ അയക്കുന്ന മെസ്സേജസ് കാണില്ല. ഞാൻ വേണമെങ്കിൽ നിങ്ങൾ പിക്ക് എടുത്ത് വെച്ചേക്കാം, വേണമെങ്കിൽ കാണിച്ചു തരാം. ക്യാമറ ഓഫ് ആണ്, എന്റെ ക്യാമറ ഓഫ് ആണ്. ഈ പിക്ക് ഞാൻ എടുത്തേക്കും, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്താണ് ഇവിടെ നടക്കുന്ന സിറ്റുവേഷൻ മനസ്സിലാവും. പേജ് മെസ്സേജ് കാണാവുന്നല്ലേ ഉള്ളൂ. എന്തോ പേജ് കാണാൻ ക്ലാസ്സിൽ പോകുമ്പോ പേജ് കാണണമല്ലോ. പേജ് കാണുക, മെസ്സേജും കാണാൻ IT-കാർക്ക് സൊല്യൂഷൻ ഇതല്ലേ ഉള്ളൂ. സൊല്യൂഷൻ ഇതേ ഉള്ളൂ. നമ്മള് ആ നോട്ടിന്റെ ഫയലിലേക്ക് പോയി നോക്കി വായിക്കാതെ നിങ്ങളുടെ ഹോം പേജിൽ തന്നെ നിങ്ങൾ ക്ലാസ്സിൽ ഷെയർ ചെയ്യും, നോട്ട് ഷെയർ ചെയ്ത് കാണില്ല. അത് ഞാൻ എപ്പോഴും നോട്ട് ഷെയർ ചെയ്യാം. ഞാനിത് എന്റെ ഫോൺ ഉണ്ട്, ഞാനിത് ആർക്കെങ്കിലും ഞാൻ സെൻഡ് ചെയ്തറിയാം. ഇപ്പൊ ഏകദേശം നമുക്ക് ഒരു ഐഡിയ മനസ്സിലാവും എന്തുകൊണ്ട് പറയുന്നുള്ളത്. Just wait. കാരണം അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾ അയക്കുന്ന മെസ്സേജസ് ഒന്നും വേറെ ടീച്ചേഴ്സ് ഒന്നും കാണാത്തത്. പക്ഷെ ഇപ്പൊ മിനു മിസ് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോ ഞങ്ങള് പറയുന്ന എല്ലാം മിസ് കാണുന്നുണ്ട്, അതിന് റിപ്ലൈ തരുന്നുണ്ട്. ഞാനിത് നന്ദിനിക്ക് അയച്ചിട്ടുണ്ട്, സിജിക്കും അയച്ചിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് കാണുന്നത് നിങ്ങളുടെ ഹോം പേജ് ആണ്. ഓക്കെ, ഈ ഹോം പേജിൽ വരുമ്പോ നമുക്ക് നിങ്ങൾ അയക്കുന്ന മെസ്സേജസും കാരണം കാണാം. ബാക്കി നോട്ട്സ് എടുക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇതാണ് പ്രശ്നം. മനസ്സിലായില്ല? അല്ല, ഇപ്പം ഇത്ര നേരം മിനു മിസ് നടത്തിക്കൊണ്ടിരുന്നപ്പോ ഞങ്ങള് പറയുന്ന ഫുള്ള് മിസ് കേട്ടിരുന്നു. ഫുൾ മാം വരുമ്പോഴും, കാരണം മൈക്ക് ഓൺ ആക്കത്തില്ലല്ലോ, അത് എപ്പോഴും മ്യൂട്ടാണ്. പക്ഷെ നമ്മൾ അയക്കുന്ന ഇമോജി തൊട്ട്
തൊട്ട് എല്ലാ മിസ്സും ഒക്കെ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പൊ അത് എങ്ങനെ പോസിബിൾ ആകുന്നതെന്ന് ഇത് തന്നെയാണ് ഇപ്പൊ ഈ home ഒപ്പീനിയൻ പറയാം. ഇപ്പം മിസ് പറഞ്ഞ പോലെ ഇതുപോലെ നമുക്ക് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് പഠിപ്പിക്കണം എന്ന് യാതൊരു ഇതും ഇല്ല. അങ്ങനെ എല്ലാം മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് അല്ല, അൺമ്യൂട്ട് ചെയ്തിട്ട് തന്നെ പഠിപ്പിക്കണം എന്നല്ല ഞങ്ങൾ പറയുന്നത്. ഇതുപോലെ ഇപ്പൊ മിലു മിസ്സിന്റെ ക്ലാസ് മിസ് ഒന്ന് നാളെ ഇടുമ്പോ ഒന്ന് നോക്കിയാൽ മതി മിസ് എന്താ ചെയ്യുന്നതെന്ന്. അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ എന്താണ് സംഭവം എന്നുള്ളത്. മിസ്സിന്റെ ക്ലാസ്സിലും ഇത് തന്നെയാ. ഇത് സൂം ചെയ്യും, നോട്ട്സ് എഴുതാൻ പറയും, നമ്മൾ എഴുതുന്നുണ്ട്. അല്ലാതെ ലെക്ചർ നോട്ട് തരുമ്പോൾ അത് എഴുതുന്നുണ്ട്. നമ്മുടെ ആ കൂട്ടത്തിൽ തമ്പിയും കഴിയുമ്പോ തമ്പിയും മെസ്സേജ് അയക്കും. ഇത് ഇന്ന് മിസ് വായിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തൻസി പെട്ടെന്ന് താങ്ക് യു മാം എന്ന് പറഞ്ഞപ്പോ അത് മിസ് കണ്ട്. പക്ഷെ അന്നേരം മിസ് വായിക്കാനായിട്ട് ഇത് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടാണ് നമ്മളോട് പറഞ്ഞത് ഇത് വായിക്കുന്നത്. അപ്പൊ അവള് പോകുമ്പോൾ എന്നാ തൻസി അത്രയും ധൃതിയായെന്നൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട്. അപ്പൊ ഈ പേജ് ഓപ്പൺ ആണ്. ഇതുപോലെ തന്നെയല്ലേ മിസ്സും പഠിപ്പിക്കുന്നത്. അപ്പൊ ഈ പേജ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഞങ്ങൾക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ടെക്സ്റ്റ് ബുക്ക് ഇല്ലെന്ന് മാമിന് അറിയാം. അതുകൊണ്ട് ഇങ്ങനെ സൂം ചെയ്ത് വെച്ചതാണ് തന്നെയാണ് ഞങ്ങൾക്ക് തരുന്നത്. ഞങ്ങളത് റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൾ അയച്ച മെസ്സേജ് മിസ് കണ്ടത് കൊണ്ടാണ് അത് അങ്ങ് ചോദിക്കേണ്ട ഒരു ഇത് വന്നത്. സോ അത് എന്തോ ഒരു ക്ലാരിഫിക്കേഷൻ അവിടെ എന്തോ ഒരു കുഴപ്പമുണ്ട് മിസ്. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് റെക്ടിഫൈ ചെയ്താൽ ചിലപ്പം ഇത് ശരിയാവും എന്നാണ് ഞങ്ങളുടെ ഒരു ഇതിപ്പോ ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് വെച്ചാൽ ഫസ്റ്റ് നിങ്ങൾ വീഡിയോ കാണുന്നില്ലേ, അത് ഹോം പേജിൽ വെച്ചിട്ടാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. എനിക്ക് നോട്ട്സ് കാണുന്നുണ്ട്, ഞാൻ ആ നോട്ട്സ് നോക്കിയാണ് വായിക്കുന്നത്. ആ 10 മിനിറ്റ് മെസ്സേജ് കാണാം. ഇനി അല്ലാത്തൊരു വേർഷൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നോട്ട് എടുത്ത് വെച്ചിട്ട് നമ്മൾ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ആ ടീച്ചർക്ക് വേണമെങ്കിൽ മെസ്സേജസിന്റെ അവിടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവും. നമുക്ക് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് നമ്പേഴ്സോ അല്ലെങ്കിൽ കൈൻഡ് ഓഫ് എന്തെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വരുമല്ലോ മെസ്സേജ് ബോക്സിൽ. അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ മെസ്സേജ് കാണാം. ഓക്കെ, അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം. അങ്ങനെയായിരിക്കും മിലു ചെയ്തത് മിക്കവാറും. കുറച്ച് ഇന്ററാക്ഷൻ വേണം എന്നുള്ള തോന്നലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് ചെയ്യാൻ ശ്രമിക്കും എന്നാണ് ഇപ്പൊ എനിക്ക് മനസ്സിലായത്. ഒരു ഇന്ററാക്ഷൻ ആട്ടെ, ലൈവായിട്ട് ആ ക്ലാസ് പോട്ടെ എന്നുള്ള തോന്നലുണ്ടെങ്കിൽ. അല്ലെങ്കിൽ ഞാൻ ഉള്ള കാര്യം പറയട്ടെ, ഞങ്ങൾ സ്വന്തമായിട്ട് പഠിക്കുന്നതായിരിക്കും നല്ലതെന്ന് വരെ തോന്നിപ്പോയി. ടെക്സ്റ്റ് ബുക്ക് കൈ കിട്ടി കഴിഞ്ഞാൽ ആ ചാപ്റ്റർ നമ്മൾ തന്നെ സ്വന്തമായിട്ട് പഠിക്കുക എന്നുള്ള തോന്നൽ വരെ ഇന്നലെ വന്നുപോയി. പക്ഷെ ഞാൻ ഇന്നലെ ഒരു അക്ഷരം ഞാൻ മിണ്ടിയില്ല. കാരണം എല്ലാവരും പറഞ്ഞു, നിഷ മിസ്സിനോട് കാര്യങ്ങൾ എല്ലാവരും പറഞ്ഞു. അപ്പൊ ഞാൻ ഒന്നും മിണ്ടിയില്ലായിരുന്നു. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ തുടക്കം ഇട്ടെന്നും പറഞ്ഞ് ഇതായിരുന്നു. അത് കാരണം ഞാൻ ഇന്നലെ ഒരു അക്ഷരം മിണ്ടിയില്ല. എല്ലാവരും പറയട്ടെ, എല്ലാവർക്കും എല്ലാവരുടെ അഭിപ്രായം പറയട്ടെ എന്നോർത്ത് ഞാൻ മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരുന്നു. പക്ഷെ ഇപ്പം വേണമെങ്കിൽ ഇപ്പൊ കണ്ടില്ലേ, മിസ്സിന്റെ ക്ലാസ് തന്നെ കണ്ടില്ലേ, ഒരു ഇന്ററാക്ഷൻ ഉള്ളപ്പോൾ ഞങ്ങളിവിടെ ജീവനോട് ഉണ്ടെന്നുള്ള ഒരു തോന്നൽ മിസ്സിനുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമ്മൾ അത് പരസ്പരം വേണം മിസ്. അല്ലെ ഒന്നാമത് എലാബറേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സാ ഫുള്ളും. അത് കുത്തിയിരുന്ന് മിസ്സുമാർ വായിക്കുന്നത് പിന്നെ ഞങ്ങൾ വായിക്കുന്നത് ഇതെല്ലാം സെയിം തന്നെയാണ്. അപ്പൊ സ്വന്തമായിട്ട് നമ്മൾ തന്നെ വായിച്ച് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ പഠിച്ച് പോയാൽ പോലെ. ലൈവ് ക്ലാസ്സിൽ കയറേണ്ട കാര്യമില്ലല്ലോ, ഇത്രയും നെറ്റ് കളയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ എന്തുകൊണ്ട് ക്ലാസ്സിൽ കയറുന്നത്? എന്തെങ്കിലും മിസ്സുമാർ പറഞ്ഞ് നമ്മുടെ തലയിലോട്ട് കയറണം എന്ന് ഓർത്തിട്ടല്ലേ നമ്മൾ കയറുന്നത്. അതാണ് അതിന്റെ ഒരു ലാഗ് അവിടെ ഉണ്ട് മിസ്. അല്ല മിസ് ഞങ്ങൾ കുറ്റം പറഞ്ഞല്ല മിസ്, ആ മിസ്സിനെ ഞങ്ങൾ കുറ്റം പറയത്തേ ഇല്ല. പക്ഷെ വേണമെങ്കിൽ ചെയ്യാമായിരുന്നു എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് വന്നായിരുന്നു. മിസ്സേ ഒരു കാര്യം കൂടി ഞാൻ പറയാം. പുള്ളിക്കാരി സ്ക്രോൾ പോലും ചെയ്യുന്നില്ലായിരുന്നു. രണ്ടാമത്തെ ഞങ്ങൾ ഈ കംപ്ലൈന്റ് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നത്തെ ദിവസം ക്ലാസ്സിൽ വന്നപ്പോ പുള്ളി ഏതോ ഒരറ്റത്ത് നിന്ന് ടെക്സ്റ്റ് പോലും സ്ക്രോൾ ചെയ്യുന്നില്ലായിരുന്നു. ഞങ്ങൾക്ക് അപ്പോ ഒരു ഇതുമില്ല. ഇത് നമുക്ക് പുള്ളി ടെക്സ്റ്റ് ഈ കംപ്ലൈന്റ് വന്നതിന് ശേഷം ഫസ്റ്റ് ക്ലാസ് പുള്ളിക്കാരി എടുത്തപ്പം പുള്ളിക്കാരി ടെക്സ്റ്റ് വായിച്ചേ ഇല്ല. ജസ്റ്റ് ഗോ ഓൺ ടോക്കിംഗ്. എവിടെയാണ് വായിക്കുന്നതെന്ന് പോലും ഞങ്ങൾക്കൊരു ഇതുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് 15-20 മിനിറ്റ്സ് പുള്ളിക്കാരി ശേഷമാണ് പുള്ളിക്കാരി സ്ക്രോൾ ചെയ്ത് ഞാൻ ഇവിടെയാണ് പറയുന്നത്. അപ്പോഴാണ് ഞങ്ങൾ പേജ് മറിച്ച് അങ്ങോട്ട് പോയത്. അപ്പോ ഇതില് ഒരു പ്രോബ്ലം നമ്മൾ ഒരാള് അതിന് 10 സൊല്യൂഷൻസ് കാണുമായിരിക്കും. ഓക്കെ, ഈ 10 സൊല്യൂഷൻസും ഒരാൾക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. 10 ഒരാൾക്ക് ഈസി ആയിട്ട് തോന്നണം. there will be one solution which she can manage. ഇപ്പൊ മിസ് പറഞ്ഞില്ലേ, ഞങ്ങള് ഇത് മാത്രം നോക്കി പഠിപ്പിക്കുകയാണെങ്കിൽ പുള്ളി ടെക്സ്റ്റ് പോലും സ്ക്രോൾ ചെയ്യാതെ പറഞ്ഞപ്പം എനിക്ക് മനസ്സിലായത് ഇതാണ്, പുള്ളി ടെക്സ്റ്റിൽ നിന്നല്ല പറയുന്നത്. ഷീ മേ ബി പ്രിപ്പയർഡ് ഹെർ ഓൺ നോട്ട്സ്. അത് നോക്കിയായിരിക്കും പുള്ളി വായിക്കുന്നത് പറയുന്നത് എന്നാണ് എനിക്ക് മനസ്സിലായത് ആ ഇതിൽ നിന്ന്. അപ്പോ ഇപ്പൊ മിസ് പറഞ്ഞു ഇത് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും ഹോം പേജിലേക്ക് പോയാല് മെസ്സേജ് കാണാം, ഞങ്ങളെ കാണാം. അതല്ലേ ഫസ്റ്റ് കാണിച്ചത്? ആ വീഡിയോയില് എനിക്ക് ഫസ്റ്റ് കാണിച്ചത് അതായിരുന്നല്ലോ. ഫസ്റ്റ് കാണിച്ചിട്ട് അവിടെ ടെക്സ്റ്റും കാണുന്നുണ്ട്,
മിസ്സിന്റെ വീഡിയോയും ഇതുകളും കാണുന്നുണ്ട്. ഒന്നുകിൽ ഓപ്പൺ ചെയ്ത് പേജിൽ പോയാല് എല്ലാതും കൂടി ഒരുമിച്ച് വരില്ല. ഇപ്പൊ 10 കാര്യങ്ങൾ ചെയ്യാൻ അതും ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് 1 or 2 തിങ്സ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോ ക്ലാസ് എടുക്കുക, അതിന്റെ ഒപ്പം മെസ്സേജ് അതൊന്ന് നോക്കുക. ഞങ്ങൾ ഇന്നലെ മെസ്സേജ് ഇപ്പൊ മിസ്സിനോട് ഞങ്ങൾ മെസ്സേജ് ഇടുമ്പോ മിസ് ചോദിച്ചതിന് ആൻസർ മെസ്സേജ് അല്ലെ? ഇവിടെ ചോദ്യവും ഇല്ല, പറച്ചിലും ഇല്ല, നിങ്ങൾക്ക് മനസ്സിലായോന്നും ഇല്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല. എല്ലാ മിസ്സുമാരും ഈ രീതിയിൽ എല്ലാ മിസ്സുമാരും ഒരേപോലെയാണോ ക്ലാസ് എടുക്കുന്നത്, എന്റെ രീതി ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കിയത് ഐ എം നോട്ട് റെഡി ടു ടേക്ക് എനി, ദിസ് ഈസ് മൈ വേ, ഇഫ് യു വാണ്ട് യു ക്യാച്ച് അപ്പ്. അതാണ് എനിക്ക് മനസ്സിലായത്. അന്ന് തന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ പറഞ്ഞു ഫീൽസ് ലൈക്ക് ഷീ ഈസ് വെരി. ഇന്നലെ ക്ലാസ്സിൽ വന്നപ്പോഴും ഇത് തന്നെയാണ് ഞങ്ങൾക്ക്. ഇനി എടുക്കുന്നുണ്ട്, ഓക്കെ, ഈ ടെക്സ്റ്റില് 10 പേജ് ഉണ്ടെങ്കിൽ 10 കാണാതെ പഠിക്കാൻ ഞങ്ങൾ ഇല്ല. അതുകൊണ്ടാണല്ലോ മാരും ക്ലാസ് എടുക്കുമ്പോ പറയുന്നത് ഇത് ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. കഴിഞ്ഞ ദിവസം അശ്വതി മിസ്, മറ്റേ അശ്വതി മിസ് ക്ലാസ് അതിങ്ങനെ വായിച്ചു പോയി. അപ്പൊ ഞാൻ എടുത്തു പറഞ്ഞു ഇതൊന്നും കാണാതെ പഠിക്കേണ്ട കാര്യമില്ലല്ലോ മിസ് എന്ന് പറഞ്ഞു. കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, ഇതൊക്കെ നിങ്ങളുടെ അറിഞ്ഞിരിക്കണം, അതിനുള്ളതാണ്. അതേസമയം എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വരുമ്പോ മിലു മിസ് ആണേലും പറയാറില്ലേ ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, ഇതിന്ന് ക്വസ്റ്റ്യൻ വരും എന്ന് പറയാറുണ്ട്. ഒന്നുമില്ല, ജസ്റ്റ് ടോക്കിംഗ് ടിൽ ദ എൻഡ് ഓഫ് ദി ഡേ. ഒരു എന്താ പറയാ 9th ക്ലാസ് ആണെങ്കിലും നമുക്കൊരു എന്താ പറയാ, നമുക്ക് ഇത്രയും ഞങ്ങള് ഡിപ്ലോമയിൽ എന്തെങ്കിലും കംപ്ലൈന്റ് ആണെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആരും പറഞ്ഞിട്ടുണ്ടായില്ല. എല്ലാവരും ഡിഫറെന്റ് ആണ്. ഇപ്പൊ അശ്വതി മിസ് ക്ലാസ് എടുക്കുന്ന പോലെയല്ല ആതിര മിസ് ക്ലാസ് എടുക്കുന്നത്, ആതിര മിസ് ക്ലാസ് എടുക്കുന്ന പോലെയല്ല മറ്റേ അശ്വതി മിസ് ക്ലാസ് അതുപോലെയല്ല. അപ്പോ ഓരോരുത്തർക്കും ഡിഫറെന്റ് ഉണ്ട്. പക്ഷെ അത് ഞങ്ങൾക്കും കൂടെ എന്താ പറയാ ഡൈജസ്റ്റബിൾ ആണ് എന്ന് ഒരു മെയിൻ കാര്യം. കഴിഞ്ഞ ഡിപ്ലോമ ക്ലാസ്സിൽ എല്ലാവരും റിവിഷൻ, ഓക്കെ, അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിഷ മിസ്സിന്റെ റിവിഷൻ ആയിരുന്നു. നിഷ മിസ് ഒരു 35-40 ക്വസ്റ്റ്യൻസ് പറഞ്ഞു തന്നു. ഞാനത് തുരുതുരാന്ന് എഴുതിയെടുത്തു, ആൻസർ പറയുന്നതിന്റെ ഇടയിൽ അതിന്റെ ഓപ്ഷൻസ് ഞാൻ അത് എഴുതിയെടുത്തു. ഞാൻ ഫ്രണ്ട്സിനൊക്കെ ഞാൻ അയച്ചു കൊടുത്തായിരുന്നു. അപ്പോ ഓരോരുത്തർക്കും ഡിഫറെന്റ്, മറ്റുള്ളവരും റിവിഷൻ എടുത്തു, എനിക്ക് ഇഷ്ടപ്പെടായികയൊന്നും ഉണ്ടായില്ല. പക്ഷെ ഇതൊരു മോർ കോമ്പാക്ട് വേ ആയിരുന്നു. ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്കൊരു മിസ്സിന്റെ വക ഒരു 10-30 ക്വസ്റ്റ്യൻ, ഗൈഡിൽ ഒരു 10-30 ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 10-45 ക്വസ്റ്റ്യൻ, പിന്നെ മോക്ക് ടെസ്റ്റ് 10-45 ക്വസ്റ്റ്യൻ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആ ടെക്സ്റ്റ് ആ ചാപ്റ്ററിൽ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ കംപ്ലീറ്റ് തന്നെയായി അല്ലേ? അപ്പോ ക്ലാസ് ഇത് ഇമ്പോർട്ടന്റ് ആണ്, ഇത് ഇമ്പോർട്ടന്റ് അല്ല. പിന്നെ തന്നെ ഞങ്ങള് NABHന്റെ ഇത് അത് മിസ് പിള്ളേര് സംശയം ചോദിച്ചു, ഇങ്ങനെയല്ലല്ലോ ഡിപ്ലോമയ്ക്ക് അങ്ങനെയാണല്ലോ പഠിച്ചത്, അത് ഇത്രയല്ലേ അത്രയല്ലേ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു നിങ്ങളുടെ ടെക്സ്റ്റ് അപ്ഡേറ്റ് ആയിട്ടില്ല. അതും പറഞ്ഞു പുള്ളിക്കാരി ഒക്കെ പോയി, ഈ ടെക്സ്റ്റ് അപ്ഡേറ്റ് ആയിട്ടില്ല, ഇനി ഞങ്ങൾ എന്ത് ചെയ്യും? പക്ഷെ ഇന്നലെ ക്ലാസ്സിൽ വന്നപ്പോ പുള്ളിക്കാരി അത് ഞങ്ങൾക്ക് എഴുതി അവിടെ സ്ക്രീനിൽ ഇട്ട് തന്നു, ഇതാണ് പുതിയ അപ്ഡേഷൻ എന്ന് പറഞ്ഞിട്ട് എഴുതി ഇട്ട് തന്നു. പക്ഷെ ഒരു കാര്യത്തിന് നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്ന രീതി ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങള് മിസ്സിനോട് പറയുമ്പോ, ഇപ്പൊ ഞങ്ങള് മിസ് പറഞ്ഞപ്പോ മിസ് എന്നോട് പറഞ്ഞു, ചോദിച്ചു എന്താണ് നിങ്ങളുടെ പ്രശ്നം. ഒരു പ്രോബ്ലം പറയുമ്പോ അതിന് ചെയ്യുന്നൊരു രീതി, അല്ലാതെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ട്. മിസ് ഞങ്ങളുടെ സൈഡിൽ നിന്ന് റെസ്പോണ്ട് വരാതിരിക്കുമ്പോൾ മിസ് ചോദിക്കുന്നില്ലേ ബോർ അടിക്കുന്നുണ്ടോ, എന്തെങ്കിലും പറയണോ? മിസ് അത് പറയുന്നില്ലേ? ഇതൊക്കെ ഞങ്ങളോട് ചോദിക്കുന്നില്ലേ?
അപ്പൊ മിസ് അത് എന്തുകൊണ്ടാ ചോദിക്കുന്നത്? അപ്പൊ ഞങ്ങളുടെ സൈഡിൽ നിന്ന് റെസ്പോണ്ട് വരുന്നില്ല. അപ്പൊ പിള്ളേരോട് ഉണ്ടോ ഇല്ലയോ, മനസ്സിലായോ ഇല്ലയോ, ആ ഒരു ഉറപ്പ് വരുത്തുന്നുണ്ട്. അവിടെ അതും ഇല്ല മിസ്സേ. അത് തലയിലോട്ട് കേറിയോ എന്തേലും അത് ഞങ്ങളിപ്പോ അതാ പറഞ്ഞത്, 24 മണിക്കൂർ മിണ്ടിക്കൊണ്ടിരിക്കാല്ല പറയുന്നത്. ഇപ്പൊ ഒരു പാരഗ്രാഫ് ഫുള്ള് വായിച്ചു, അതിനകത്ത് നിന്ന് മിസ്സിന് ചോദിക്കാം, ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് പിടികിട്ടിയോ, നിങ്ങളുടെ ഐഡിയ എന്താ? അപ്പൊ നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാം. അപ്പൊ അന്നേരം നമുക്ക് മെസ്സേജ് ഓപ്പൺ ചെയ്യാനുള്ള സമയം മിസ്സിന് കാണുമായിരിക്കും ഇപ്പൊ വേണമെങ്കിൽ. അപ്പൊ ആ ഒരു ഇന്ററാക്ഷൻ ആണ് ഞങ്ങൾ പറയുന്നത്. അല്ലാതെ ഇപ്പൊ മിസ് അവിടെ ഓപ്പൺ ചെയ്ത് റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്, മിസ് ഇരുന്ന് വായിക്കുന്നു, പിന്നെ ഞങ്ങളോട് വായിക്കാൻ പറഞ്ഞു, ഞങ്ങൾ വായിച്ചു കഴിഞ്ഞ് അടുത്തതിലോട്ട് പോവുക. അങ്ങനെയാണോ ക്ലാസ് വേണ്ടത്? അതെനിക്ക് സത്യം പറഞ്ഞാൽ അത് PG ആയതുകൊണ്ട് അത്രയും സ്റ്റാൻഡേർഡ് ആയിരിക്കും എന്നുള്ള തോന്നലാണോ പഠിപ്പിക്കുന്നത് എന്നും കൂടി നമുക്ക് അറിയത്തില്ല. മേ ബി അതായിരിക്കാം. പക്ഷെ അറിയാലോ മിസ്സിനെ, ഞങ്ങള് 90% ഹൗസ് വൈഫ്സ് ആണ്. വീട്ടിലെ ജോലിയുടെ തിരക്കിന്റെ ഇടയ്ക്കൊക്കെ ക്ലാസ്സിൽ കയറുന്നവർ പലരും ഉണ്ട്. അപ്പൊ അവർക്കൊക്കെ ഈ പറയുന്ന ഇംഗ്ലീഷ്, അതും ഇപ്പൊ ഈ PG ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഒരു ടോട്ടൽ ഡിഫറെന്റ്. ഡിപ്ലോമയിൽ ഉണ്ടായിരുന്ന ലാംഗ്വേജ് അല്ല ഇപ്പൊ യൂസ് ചെയ്തിരിക്കുന്നത്, ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി. അപ്പൊ എല്ലാവരും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് ഞങ്ങൾ പറയുന്നില്ല. അപ്പം ഇതൊക്കെ പറഞ്ഞു തന്നാലേ മനസ്സിലാവുള്ളൂ എന്ന് പറയുന്ന കുറച്ച് പേര് ഇതിനകത്തുണ്ട്. സോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ബുദ്ധിമുട്ട്. അവരിത് ഇപ്പം അവർ സംസാരിക്കാൻ പോലും അവർ ഇച്ചിരി പുറകോട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഞാനും CJയും വേറെ കുറച്ച് പേരല്ലാതെ വേറെ ആരും ഇതിനെക്കുറിച്ച് ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല. പക്ഷെ ഗ്രൂപ്പിൽ പറഞ്ഞവരുണ്ട്. അവരെന്തുകൊണ്ട് മുന്നോട്ട് വരാത്തതെന്ന് നമുക്കറിയത്തില്ല. അതാ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ ഒരു ഇതായി പോയോന്ന് ഓർത്തിട്ടാണ് ഞാൻ ഇന്നലെ എന്നെ തന്നെ ഞാൻ പുറകോട്ടാക്കി വെച്ച്, ബാക്കിയുള്ളവർ പറയട്ടെ എന്ന് ഓർത്തിട്ട്. ഇന്നലെ നെജുവൊക്കെ മിസ്സിനോട് നേരിട്ട് ചോദിച്ചു, മിസ് ഇങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത്, മിസ്സിന് ഞങ്ങൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ടേ എന്ന് ഒക്കെ നേരിട്ട് ചോദിച്ചു. ഞാൻ നെജുവിനെ കുറ്റം പറയല്ല. മീൻസ് മിസ്സിനോട് പറയുന്ന അത്രയും ഞാൻ പുള്ളിക്കാരോട് സംസാരിച്ചില്ല. പക്ഷെ നെജുവ വെരി ക്ലിയർ ആയിട്ട്, മിസ് ഇങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത്, ഇങ്ങനെയാണോ മിസ് ഉദ്ദേശിക്കുന്നത്, ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, ഞങ്ങൾക്ക് ഇത് വല്ലതും പിടി കിട്ടുന്നുണ്ടോ എന്ന് മിസ്സിന് ഇങ്ങനെ തന്നെ ചോദിച്ചു. ഞങ്ങള് വെറുതെ ഇവിടെ ഇരുന്നാ മതിയോ എന്നൊക്കെ രീതിയിൽ നെജുവ പറഞ്ഞു, ഞാൻ നിഷ മിസ്സിനെ വിളിക്കാം, നിഷ മിസ് ടോക്ക് ടു എന്ന് പറഞ്ഞിട്ട് ആള് വേഗം പോയി. നിഷ സംസാരിക്കുമ്പോൾ ക്ലാസ്സിൽ അറിയില്ല, പക്ഷെ എല്ലാവരും എനിക്ക് നിങ്ങൾ പറയുന്നത് എനിക്ക് ക്ലിയർ ആട്ടോ. പക്ഷെ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട്, എല്ലാം മനസ്സിലാവുന്നുണ്ട്. എനിക്കത് സൊല്യൂഷൻ പറയാനുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ എല്ലാവർക്കും വെരി ഈസി ആയിട്ടുള്ള ഒരു സാധനം ഒന്നും മാനേജ് ചെയ്യാനായിട്ട്. ഓക്കെ, ഇപ്പൊ ഞാനിവിടെ ജോലി ചെയ്തിരുന്നപ്പം ഞങ്ങൾക്ക് പ്രൊഡ്യൂസ് ചെയ്തപ്പം വളരെ പ്രായമായ ഡോക്ടേഴ്സ്, അതായത് ഒരു 59, 60, 61 വയസ്സുള്ള ഡോക്ടേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ ഇത് ഭയങ്കര ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട്, ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരുന്നു. അവർക്ക് ഇത് ചെയ്യാനറിയില്ല. കാരണം ഒരു പേപ്പർ അവരതുവരെ കണ്ടിരുന്നത് എന്താണ്, പേഷ്യന്റിന്റെ ഫയൽ മുന്നിലുണ്ട്, പ്രിസ്ക്രിപ്ഷൻ പാഡ് മുന്നിലുണ്ട്, പേഷ്യന്റ് പറയുന്നത് അവർ അപ്പാപ്പ എഴുതി വെക്കുന്നു, ട്രീറ്റ്മെന്റ് എഴുതുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് വന്നു കഴിഞ്ഞപ്പം ലാബ് ടെസ്റ്റ്, ആ ടെസ്റ്റുകളും അതുപോലെ ഇവർക്ക് പറയാൻ ഡോക്ടർക്ക് എഴുതാനുള്ളത് മുഴുവനും കമ്പ്യൂട്ടറിലേക്ക് വന്നു കഴിഞ്ഞപ്പം അവർക്കത് ഭയങ്കര അവർക്ക് ചെയ്യാനേ പറ്റുന്നില്ലായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഞങ്ങള് നഴ്സുമാര്, അവരുടെ കൂടെ ജോലി ചെയ്യുന്ന നഴ്സുമാര് അവർക്ക് വേണ്ടി ടൈപ്പ് ചെയ്യും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഞങ്ങള് അവർക്ക് വേണ്ടി സിസ്റ്റത്തില് അവരുടെ കോഡ് വെച്ച് ലാബ് ടെസ്റ്റുകൾ റിക്വസ്റ്റ് ചെയ്യും. പിന്നീട് അവരത് പഠിച്ചു. അപ്പൊ അവർക്കത് അപ്പോ ഒരു സാധനം ഒരു പക്ഷെ പുള്ളിക്കാരൻ ഇതാണോ ഒരു കമ്പ്യൂട്ടർ ആയിട്ട് ഇത് ചെയ്യുമ്പം അല്ലെങ്കിൽ വേറൊരു സിസ്റ്റത്തിലേക്ക് വരുമ്പം പലർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. പക്ഷെ നമ്മളിത് കോപ്പപ്പ് ചെയ്യുക എന്നുള്ളത് വലിയ കാര്യമാണ്. ഇന്നത്തെ കാലത്ത് എന്താ പറയാ, മോസ്റ്റ് മോഡേൺ വേൾഡില് പല ഇതിനോടും കോപ്പപ്പ് ചെയ്യുക എന്നുള്ളത് നമ്മളുടെ ഒരു ലയബിലിറ്റി ആയിട്ട് മാറിയിരിക്കുകയാണ്, അല്ലെ? പണ്ട് കാലത്ത് ഞാൻ ആദ്യമായിട്ട് വരുമ്പോ എനിക്ക് ആകെ കൂടെ ഒരു ഇമെയിലാണ് ഉണ്ടായിരുന്നത്. ഇപ്പോ നമുക്ക് അതിനുശേഷം ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് മെസ്സഞ്ചർ, ആ സമയത്ത് ഗൂഗിൾ ടോക്ക്, യാഹൂ മെസ്സഞ്ചർ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. പിന്നെ ഇപ്പൊ പുതിയതായിട്ടുള്ള ഇതുകളൊക്കെ വന്നു. ഓരോ കാലത്തും പുതിയത് വരുമ്പം നമ്മൾ മാക്സിമം അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അല്ലാതെ എന്റെ സ്റ്റൈൽ ഇതാണ്, ഞാൻ ഇത്
ഉള്ളൂ. എനിക്ക് വാട്സാപ്പ് ഇല്ല, എനിക്ക് ഫേസ്ബുക്ക് ഇല്ല, അതുകൊണ്ട് തന്നെ ആരും കോണ്ടാക്ട് ചെയ്യണ്ട. എന്നോട് പറയാനുണ്ടെങ്കിൽ ഫോൺ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഈസി. പണ്ട് കാലത്ത് നമ്മള് ഒരു കല്യാണം ക്ഷണിക്കാൻ എല്ലാ വീടുകളിലും പോയി ക്ഷണിച്ചിരുന്നു അല്ലെ? വീട്ടിലൊരു കല്യാണോ ഒരു ഫംഗ്ഷനോ. ഇന്നങ്ങനെയാണ്? ഇന്നങ്ങനെയല്ല. ഇന്ന് നമ്മള് നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഗ്രൂപ്പില് ആ ഇൻവിറ്റേഷൻ കാർഡ് ഇടും, എല്ലാവരെയും ഫോൺ വിളിച്ച് പറയും. അപ്പൊ ഓരോ സമയത്തും ഓരോ കാലത്തും അതിൻ്റെതായ ഒരുപാട് അപ്ഡേഷൻ വരുന്നുണ്ട്. ഇപ്പൊ എന്ന് പറഞ്ഞാല് ഫാസ്റ്റ് ഗ്രോയിങ് വേൾഡ് ആണ്. നമുക്ക് കോപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് വി ഷുഡ് ഫൈൻഡ് എ വേ ടു ദാറ്റ്. ഒരു 100% കോപ്പപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു 50% എങ്കിലും കോപ്പപ്പ് ചെയ്ത് മറ്റുള്ളവർക്കും നമ്മളെ കൊണ്ട് ഒരു ഇതില്ല പോലെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കണം. ഇന്നത്തെ ഞങ്ങളുടെ ഗ്രീവൻസ് പീരീഡ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് ഞാൻ എന്റെ കാര്യം പറയട്ടെ. എനിക്ക് നിങ്ങൾ പറഞ്ഞ എല്ലാം ക്ലിയർ ആണ്, എനിക്ക് മനസ്സിലാവുന്നത് എല്ലാം മനസ്സിലാവും. പക്ഷെ എനിക്കിവിടെ എല്ലാ കാര്യങ്ങളും പറയാന്ന് പറയുന്നത് കുറച്ച് അറിയാലോ, പോസിബിൾ അല്ല. പക്ഷെ ഞാൻ നിങ്ങൾ മെസ്സേജിന് ഞാൻ റിപ്ലൈ ചെയ്യാണ്. ആള് ഫസ്റ്റ് ടൈം ക്ലാസ് എടുക്കുന്നതല്ല, പുതിയതല്ല. ആള് അവിടെ ഞാൻ വന്ന അന്ന് മുതലേ ഞങ്ങൾ ഒരുമിച്ചാണ്. ആ ടൈമിൽ മുതലേ ഉണ്ട്, കോൺഗ്രസ് എടുക്കുന്നുണ്ട്, HE എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ പുതിയ ആളല്ല കേട്ടോ. പക്ഷെ ഇതേപോലെ ഒരു അതിനെ കുറിച്ചൊന്നും ഇങ്ങനെ ആരും ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല, ഫസ്റ്റ് ടൈം ആണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്കും അത് അക്സെപ്റ്റബിൾ ആണെങ്കിലെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. മേ ബി മിസ്സിന് അങ്ങനെ പുതിയതല്ല എന്നുള്ള തോന്നാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, മേ ബി അവരാരും അങ്ങനെ ലൈവ് ക്ലാസ്സിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട്. കാരണം ഞങ്ങൾ റെക്കോർഡ് ക്ലാസ് ഭയങ്കര ബോറിംഗ് ആണ്. അതുകൊണ്ട് മേ ബി അങ്ങനെ തോന്നിയതായിരിക്കാം. പക്ഷെ ഞങ്ങൾക്കിത് പറയാതെ പറ്റില്ലായിരുന്നല്ലോ, അതുകൊണ്ടാണ് ഞങ്ങളത് പറഞ്ഞത്. റെക്കോർഡ് ക്ലാസ് കാണുമ്പോഴും ഭയങ്കര ബോറാണ്. ഞാൻ ഒറ്റവട്ടേ ആ ക്ലാസ് കണ്ടുള്ളൂ. എന്നെ സംബന്ധിച്ച് ഞാൻ മിക്കപ്പോഴും റെക്കോർഡ് ക്ലാസ് ആണ് കാണുന്നത്. പക്ഷെ ഒറ്റവട്ടേ ആ ക്ലാസ് കണ്ടുള്ളൂ, പിന്നെ ഞാൻ ഒരു ക്ലാസ്സും കണ്ടില്ല. പിന്നെ ഇന്നലെ മിസ്സിന്റെ ലൈവ് ക്ലാസ്സിലാണ് കയറിയത്. ലൈവ് ക്ലാസ് കയറിയപ്പോൾ നിഷ മിസ്സിനോട് ഞാനും കാര്യം പറഞ്ഞു. പക്ഷെ റെക്കോർഡ് ക്ലാസ് കണ്ടാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. മിസ് ആ ഒരു റെക്കോർഡ് ക്ലാസ് ഒന്ന് കണ്ടു നോക്ക്, ഞങ്ങളുടെ ബുദ്ധിമുട്ട് എന്താന്ന് മിസ്സിന് അപ്പം മനസ്സിലാവും. അതാണ് പറയുന്നത്. അതായത് മാനേജ്മെന്റ് ഞാൻ ഇന്നലെ നിമിഷ മിസ്സിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു റെക്കോർഡ് ക്ലാസ് ഒന്ന് പോയി കണ്ടു നോക്കാൻ. ഒരു കംപ്ലൈന്റ് വന്ന പുള്ളിക്കാരിയുടെ റെക്കോർഡ് ക്ലാസ് നിങ്ങൾ അവര് മാനേജ്മെന്റിലുള്ള അവരൊന്ന് കണ്ടു നോക്കട്ടെ. അപ്പൊ അറിയാലോ നമ്മൾ എന്താണ് പറയുന്നത്. ഈ പുള്ളിക്കാരനെ കുറിച്ച് വരുന്നത് ഞങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞിട്ടില്ല മിസ്സിന്. ഞങ്ങൾക്ക് കംപ്ലൈന്റ് പറയാൻ ഇങ്ങനെ ഒരു ഇടവരുത്തിയത് മിസ് വന്നിട്ട് ഞങ്ങളോട് ഒരു ഇന്ററാക്ഷനും ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ആ ക്ലാസ്സിൽ തന്നെ അത് ക്ലിയർ ചെയ്യുമായിരുന്നു. പക്ഷെ വന്ന അന്നേക്ക് തന്നെ, ഇപ്പൊ ഫസ്റ്റില് ഞങ്ങൾ വന്ന സ്റ്റുഡന്റ് ആണ്, ആ മിസ്സിനെ ആർക്കും പരിചയമില്ല. എന്നാ ഒരു ജസ്റ്റ് പേര് മാത്രം പറഞ്ഞ് നേരിട്ട് ഇതാണ് ഞങ്ങൾ ചാപ്റ്റർ പറഞ്ഞിട്ട് അങ്ങ് തുടങ്ങി. ഞങ്ങൾ ഇതുവരെ കംപ്ലൈന്റ് ആയിട്ട് പറയുന്നത്, കാരണം ഒരു കംപ്ലൈന്റ് അപ്പൊ തന്നെ ആ ഒരു ക്ലാസ്സിൽ നിന്ന് തീർക്കണം എന്നുള്ള വേറെ മിസ്സുമാർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. മീൻസ് എന്താണ് ഒരു ടീച്ചേഴ്സിനെ കുറിച്ചിട്ടുള്ള കംപ്ലൈന്റ്, അത് ആ ക്ലാസ്സിൽ നിന്ന് ക്ലിയർ ഔട്ട് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് നിങ്ങൾ പോവാനെന്ന് പറഞ്ഞു. പക്ഷെ ഇത് ഈ കംപ്ലൈന്റ് പുറത്തു പോകാനുള്ള റീസൺ, ആ മിസ് വന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഇന്ററാക്ഷനും തന്നിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കംപ്ലൈന്റ് ആയിട്ട് പുറത്തേക്ക് പോയത്. കംപ്ലൈന്റ് അല്ലായിരുന്നു, ആദ്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞതാ. പക്ഷെ ഇപ്പൊ അത് കംപ്ലൈന്റ് ആയിട്ട് തന്നെ ഇപ്പൊ രജിസ്റ്റേർഡ് ആവേണ്ട കാര്യമായിപ്പോയി. കാരണം അങ്ങനെയാണ് ഇപ്പൊ പോകുന്നത്. ക്ലിയർ ആണ്, എനിക്ക് മനസ്സിലായി. മിസ് എപ്പോഴെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ മിസ്സിനോട് തന്നെ പറഞ്ഞേനെ മിസ്, വേറെ ആരോടും പറയത്തില്ലായിരുന്നു. മിസ് തന്നെ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യം ഇതൊന്ന് ഓണാക്കിയിട്ട്, അല്ലെ മെസ്സേജിലൂടെ ചോദിച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലായോ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടോ, എന്തെങ്കിലും ഒന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞങ്ങൾ ഇത് ആരോടും പറയത്തില്ല, മിസ്സിനോട് മാത്രമേ പറയുള്ളായിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും കോമഡി എന്നാന്ന് പറഞ്ഞാൽ, ഇത് മിസ് അറിഞ്ഞിട്ടും അറിയാത്ത ഭാവത്തിൽ പിറ്റേ ദിവസം വന്ന് അതേ ഒരു ഇത് തുടങ്ങിയപ്പോ, സത്യം പറഞ്ഞാൽ ഞാൻ ഇതുവരെയായിട്ട് ഞാൻ ഒരു ക്ലാസ്സിൽ പോലും ഇങ്ങനെ ഇടയ്ക്ക് ഇറങ്ങിയിട്ടുള്ള ചരിത്രമില്ല. സത്യമായിട്ടും ഡിപ്ലോമ അത് എത്ര ബോറിംഗ് എന്നെ വെള്ളം ആയിക്കോട്ടെ, ഞാൻ കഴിയുന്ന ക്ലാസ് കഴിയുന്നോരം വരെ ഞാൻ നിൽക്കുന്ന. പക്ഷെ കഴിഞ്ഞ ദിവസം ഈ ക്ലാസ് ഇങ്ങനെ കണ്ടിന്യൂ ആണെന്ന് പറഞ്ഞപ്പം എനിക്ക് തോന്നി നമ്മൾ വെറുതെ നമ്മുടെ ഡാറ്റ കളഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. കാരണം വൈകുന്നേരം എന്റെ കൊച്ചിന് ഇതുണ്ട്, എനിക്കിവിടെ അൺലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടത്തില്ല. ഞങ്ങൾ വീട് ഇപ്പൊ മാറിയപ്പോ തൊട്ട്. സോ ഈ 2 GB തന്നെ എന്റെ കൊച്ചിന്റെയും കാര്യങ്ങളെല്ലാം എനിക്ക് ചെയ്യാനുള്ളത്. അപ്പൊ ഞാൻ എന്റെ അടുത്ത് വെറുതെ നമ്മൾ എന്തിനാ MB കളയുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് പകുതിക്ക് നിർത്തിയിട്ട് ഞാൻ പോയി ഈ മിസ്സിന്റെ ക്ലാസ്സിൽ. പിന്നെ അത് കഴിഞ്ഞ് ഇവരെല്ലാം ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തപ്പോഴാണ് എന്തൊക്കെയാണ് ഇവർ സംസാരിച്ചെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത്.
സോ അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷൻസ് ഉണ്ട് മിസ്സേ. നിങ്ങളോട് കാര്യം ചോദിക്കട്ടെ, നേരിട്ട് ചോദിക്കുകയാണ്, ഈ സൊല്യൂഷൻ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ സൊല്യൂഷൻ എന്തായിരിക്കും? ഒന്ന് ചോദിക്കണം, പിന്നെ മനസ്സിലാവുന്ന രീതിയിൽ അങ്ങനെ രീതിയിൽ പഠിപ്പിക്കണം. അല്ലെങ്കിൽ മിസ് മാറിയിട്ട് ഒരു പേജ് കഴിയുമ്പോൾ ചോദിക്കട്ടെ മിസ്സേ, ഒരു പേജ് കഴിയുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ, എന്തെങ്കിലും പറയാനുണ്ടോ, എന്തെങ്കിലും ഒന്ന് ചോദിക്കട്ടെ. അതെ, ഞങ്ങൾക്ക് മനസ്സിലായോ? ആ ഒരു ചോദ്യം പോലും ഇല്ല. ഞങ്ങളിപ്പം ഞങ്ങളുടെ മൈൻഡിൽ ഡിപ്ലോമ കിട്ടുമെന്ന് പോലും കഴിഞ്ഞല്ലേ ആള് ശ്രദ്ധിക്കുന്നില്ല. മിസ്സേ, ഞങ്ങളിപ്പോ ഡിപ്ലോമ കഴിഞ്ഞ സ്റ്റുഡൻസ് അല്ലേ, അപ്പൊ ഞങ്ങൾക്ക് ഇത്രയും ഇപ്പൊ നിങ്ങൾ ഇത്രയും 5-6 മിസ്സുമാർ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആരെങ്കിലും കുറിച്ച് ഇങ്ങനത്തെ എന്തെങ്കിലും കംപ്ലൈൻസോ അല്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലായില്ലെന്ന് ഒരു മിസ് പഠിപ്പിച്ച് മനസ്സിലായെന്ന് മറ്റൊരു മിസ്സിനോട് ആരുടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അപ്പം മിസ്സുമാർക്ക് ചിന്തിച്ചൂടെ ഞങ്ങള് എത്രത്തോളം ഇതായിട്ടാണ് പറയുന്നതെന്ന്? ക്ലിയർ ആണ് എനിക്ക് നിങ്ങൾ 3 പേരെയും അറിയാം. 3 ബാച്ചിൽ നിന്നും ഒരു കംപ്ലൈന്റും ഇതുവരെയും ഉണ്ടായിട്ടില്ല ഡിപ്ലോമയില്. അപ്പൊ ഇത് നിങ്ങളത് പറയുന്നെങ്കിൽ റീസൺ ഉണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല, റീസൺ ഉണ്ട്. നിങ്ങളുടെ ഭാഗത്തെറ്റ് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ഞങ്ങളോ മിണ്ടുന്ന പിള്ളേരായിട്ട് മാറിയില്ലേ പറയുമ്പോ അതിനൊരു ആക്ഷൻ. ഇതില് സംഭവം ഞാൻ തമാശക്കെങ്കിലും പറഞ്ഞൊരു കാര്യം കേട്ടോ. ഇതില് ഞങ്ങൾ നിങ്ങളെ ചീത്താക്കിയതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. മീൻസ് ഞങ്ങളിത് ഭയങ്കര, ഇപ്പൊ ഞാനാണെങ്കിൽ ഇത് അൺമ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കുന്ന ഒരു വ്യക്തിയാണ്, ഒരാളും ചെയ്യില്ല. അങ്ങനെ ഇപ്പൊ ടീച്ചേഴ്സും ഇതുവരെ അൺമ്യൂട്ട് ചെയ്ത് ക്ലാസ് എടുക്കാറില്ല, എച്ച് ആണെങ്കിലും MD ആണെങ്കിലും എടുക്കാറില്ല. പക്ഷെ ഞാൻ അൺമ്യൂട്ട് ചെയ്ത് ഇതുപോലെ സംസാരിച്ച് നിങ്ങൾ ചീത്താക്കിയതാണെന്ന് എനിക്ക് ടെൻഷൻ. കാരണം ഇതുപോലെ എനിക്ക് ഒരിക്കലും അല്ല മിസ്സേ, അങ്ങനൊരു തെറ്റിദ്ധാരണ മിസ്സിന് വേണ്ട. മറ്റവരെല്ലാവരും മ്യൂട്ട് ചെയ്തിട്ട് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. പക്ഷേ ഇപ്പൊ ഞങ്ങള് ആദ്യത്തെ തവണയൊന്നും നേരത്തെ പറഞ്ഞത് ഞങ്ങൾ മിണ്ടുന്നില്ല എന്ന് പറഞ്ഞു, മിണ്ടാന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഭാഗം എടുത്ത് ഒരു പാരഗ്രാഫ് എടുത്ത് മിസ് ചെയ്ത് കഴിഞ്ഞിട്ട് മിസ് ചോദിക്കും, നിങ്ങളൊരു തമ്പെങ്കിലും ഇട്ടിട്ട്, അല്ലെങ്കിൽ ഞാൻ വിചാരിക്കും നിങ്ങൾ ഉറങ്ങിപ്പോയി, അല്ലെങ്കിൽ നിങ്ങൾ ആരോട് ഇല്ലെന്ന് വിചാരിക്കും. മീൻസ് നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ഇത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞങ്ങളും പതുക്കെ മിസ് എന്തെങ്കിലും ചോദിച്ചാൽ തമ്പിടും, ചിലപ്പോ ചിരിക്കും, ചിലപ്പം കമന്റ്. അപ്പൊ നമ്മളുടെ ആദ്യത്തെ ക്ലാസ്സിലൊന്നും ഞങ്ങൾ തമ്പിടുവോ ഒന്നും ചെയ്യും. നിങ്ങളൊന്ന് ഒരു തമ്പെങ്കിലും ഇടും കേട്ടോ. മനസ്സിലായോ പിള്ളേരെ? നിങ്ങൾക്ക് മനസ്സിലായോന്ന് എനിക്കും കൂടി അതിനനുസരിച്ച് നമ്മളും റെസ്പോണ്ട് ചെയ്യുന്നു. ഇന്നിപ്പം പറയേണ്ടി വന്നിട്ടില്ല. നിങ്ങൾക്ക് മനസ്സിലായിന്ന് എനിക്ക് എങ്ങനെ മനസ്സിലാവാൻ പറ്റും? തീർച്ചയായിട്ടും എല്ലാവരും കൊടുക്കുന്നുണ്ട്. ഇന്നലെ മാത്സ്ശ്രീ റൂട്ടാണ് ഇങ്ങോട്ട് മിണ്ടണ്ടെന്നോ ഇൻട്രാക്ഷൻ വേണ്ടെന്നോ അങ്ങനെയൊക്കെ. ഇന്നത്തെ ക്ലാസ് ഗോപി. ഞാൻ നിങ്ങളോട് ചോദിച്ചില്ല, ഞാൻ ഇന്നലെ മെസ്സേജ് അയക്കാന്ന് വിചാരിച്ചു. ഞാൻ അതിനൊരു ഹായ് കൊടുത്തതാണ്, ശ്രീജയ്ക്ക് മെസ്സേജ് അയക്കാന്ന് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചത്. ഇതിപ്പോ ഇവിടെ ഈ ടോപ്പിക് എടുത്തിടണമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ആ ഒരു മെസ്സേജിന്റെ ക്ലാരിഫിക്കേഷൻ എനിക്ക് എന്റേതായ രീതിയിൽ പറയണം എന്നുണ്ടായിരുന്നു. അത് ജസ്റ്റ് ഒന്ന് പറയാന്ന് വിചാരിച്ചാ. പക്ഷെ ഇത്രയും നമ്മൾ ഇതിനെ കുറിച്ച് സംസാരിക്കും പറയുന്ന താല്പര്യമില്ല, സത്യം പറഞ്ഞാല്. ഇത്രയും സമയം പോയി ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, എല്ലാം മനസ്സിലാവുന്നുണ്ട്. ഞാൻ എന്തായാലും ഞാൻ പറയുന്നേ, ഇതുപോലെ നിങ്ങൾ ആദ്യം എന്നോട് ഈ കാര്യം എന്നോട് പറഞ്ഞു, ഈ ക്ലാസ്സിൽ ആദ്യമായിട്ട് എന്നോട് കാര്യം പറഞ്ഞു. ഞാൻ ഈ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ ആരോടും പറഞ്ഞില്ല, ഇവിടെ മിസ്സിനോടോ ആരോടും പറഞ്ഞില്ല. ഞാൻ ഡയറക്റ്റ്ലി അവരോട് തന്നെ ഞാൻ പറഞ്ഞു, കാര്യം പറയുന്നുണ്ട്, നീ ജസ്റ്റ് ഒന്ന് ഇന്ററാക്ട് ചെയ്യും. നീ എന്താണ് നമ്മൾ നോർമലി മോണ്ടിസോറി ക്ലാസ് ഭയങ്കര ഇന്ററാക്ഷൻ ആണ്, ഫുൾ ഇന്ററാക്ഷൻ. ലൈക്ക് അതേപോലെ ക്ലാസ് എടുക്കുമോ എന്ന് പറഞ്ഞു. സ്റ്റുഡൻസ് ഭയങ്കര ഇന്ററാക്റ്റീവ് ആണ്, അല്ലെങ്കിൽ അവർ ഭയങ്കര സംസാരിക്കുന്നവരാണ്, നീ ഇങ്ങനെ ഇന്ററാക്ട് ചെയ്ത് ക്ലാസ് എടുക്കും എന്ന് പറഞ്ഞു ഫസ്റ്റ് ടൈം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇത് അവളോട് മാത്രമേ ഞാൻ പറഞ്ഞത്, ഒരാളോടും ഞാൻ പറഞ്ഞില്ല. പിന്നെയാണ് എല്ലാവരും അറിഞ്ഞു. എന്താ പറയാ, എനിക്കൊരു പറഞ്ഞത് എല്ലാ മിസ്സുമാരും ഒരുപോലെ അല്ലല്ലോ പഠിപ്പിക്കുന്നത്, ഞാൻ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോ പഠിപ്പിക്കുന്ന കാര്യം ഇപ്പൊ തന്നെ മനസ്സിലാവില്ല, പിന്നെ കുറച്ച് കഴിയുമ്പോ ഇപ്പൊ നിങ്ങളുടെ കൺസെപ്റ്റ് എനിക്ക് മനസ്സിലായി. കാരണം ജസ്റ്റ് നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ, നിങ്ങളുടെ ആവശ്യം ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് മെസ്സേജ് ഒന്ന് റീഡ് ചെയ്യുക, മനസ്സിലായോ എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ കോമൺ ആയിട്ട് നമ്മൾ നോർമലി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഓക്കെ ആണെന്നൊക്കെ മനസ്സിലായോ, എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കൂ, അല്ലെങ്കിൽ മെസ്സേജസ് ഒന്ന് റീഡ് ചെയ്യുക. ആ ഒരു ഇന്ററാക്ഷൻ മാത്രമേ എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ.
മാം അതൊരു റോബോട്ടിക്ക് വേഗമായി പോവരുത് എന്നേ ഉള്ളൂ. ക്ലിയർ ആവുന്നുണ്ട്, ക്ലിയർ ആവുന്നത്. ഞാൻ എന്തായാലും ഇത് പറയാം, ഞാൻ പറയാം. മിസ് ഞങ്ങളോട് അങ്ങനെ ചോദിക്കണമെന്നോ ഇല്ല. ഓക്കെ, ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ചോദിക്കണമെന്നില്ല. എന്നാൽ മിസ് ആ ഒരു രീതിയിൽ നമുക്ക് മനസ്സിലാക്കുന്ന രീതിയിലാണ് നമ്മളെ പഠിപ്പിക്കുന്നെങ്കിൽ നമ്മുടെ അടുത്ത് അങ്ങനെ ചോദിക്കണമെന്ന് പോലും ഇല്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരാതിയും വരത്തില്ല. കരിയുടെ ക്ലാസ്സും അത്ര കാര്യമായിട്ട് മനസ്സിലാക്കുന്നുമില്ല. ചുമ്മാതെ വായിച്ച് അങ്ങ് പറഞ്ഞു പോവാ, അത്രേ ഉള്ളൂ. വായിച്ച് പറഞ്ഞങ്ങ് പോവുക. എന്താണ് ഏതാണ് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് അങ്ങ് വായിച്ച് മനസ്സിലാക്കിയാ പോരെ മിസ്സേ. ലൈവ് ക്ലാസ്സിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ. കഴിഞ്ഞ ദിവസം മിസ്സാന്ന് തോന്നുന്നു 1-2 കാര്യങ്ങൾ പറഞ്ഞപ്പം അത് എന്താണെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു. അതായത് മിസ്റ്റം ആൻഡ് ആൽക്കമി വാക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് എന്താണ് എന്നിട്ട് ഞങ്ങളെ കൊണ്ട് നിങ്ങൾ ഇത് എഴുതി അവിടെ ടെക്സ്റ്റിന്റെ സൈഡിൽ എഴുതി പറഞ്ഞ് അത് പറഞ്ഞു തന്നു. അത് ഞങ്ങളെ കൊണ്ട് എഴുതി എടുപ്പിച്ചു. അതുപോലെ തന്നെ ആൽക്കമി, അതുപോലെ ഓരോ ചിലപ്പോ പറയുമ്പം ഇത് നിങ്ങൾക്ക് ഇത് ഈ വേർഡ് മാത്രമായിട്ട് നമുക്ക് മനസ്സിലാവില്ലല്ലോ. അപ്പോ എഴുതിയെടുക്കട്ടെ. അപ്പോ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ആവശ്യം വരുമ്പോ ടെക്സ്റ്റ് പിന്നെയും വായിക്കുമ്പോ അത് നമ്മളും കാണുമല്ലോ, അത് വായിക്കുമല്ലോ. നമുക്കറിയാത്ത കാര്യങ്ങള് ഒന്ന് പറഞ്ഞു തരുന്ന അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ റെഫർ ചെയ്ത് ക്ലാസ് അല്ലേ? അല്ലാതെ ഈ ടെക്സ്റ്റിൽ നിന്ന് മാത്രമല്ലല്ലോ. ഈ ടെക്സ്റ്റ് മാത്രം വായിച്ചാണോ ക്ലാസ് എടുക്കുന്നത്? അല്ല, നിങ്ങൾ വേറെ എന്തൊക്കെയോ റെഫർ ചെയ്യും. കാരണം പല മിസ്സുമാരും ടെക്സ്റ്റിൽ ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഇതിനെ കുറിച്ച് വേറെ എന്തോ ബുക്കുകൾ റെഫർ ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കുന്നത് അല്ലേ? ഇല്ല, ഞാൻ റെഫർ ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞിരുന്നത്. സത്യം പറയാൻ ഇത് ഒന്നാമത്തെ റെക്കോർഡാണ്. അത് ടെക്സ്റ്റ് വായിച്ചു കഴിഞ്ഞാല് ഒരാൾക്ക് ഇപ്പൊ നോർമലി ഒരു സ്റ്റുഡന്റ് ടെക്സ്റ്റ് വായിച്ച ഒന്ന് മനസ്സിലാവും. സത്യം പറയാം, ഡയറക്റ്റ്ലി ഞാൻ പറയാണ്, ഒന്ന് മനസ്സിലാവും. ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ. ഞാൻ റെഫർ ചെയ്യുന്ന ഒരു കാര്യം, ഞാൻ ഒരിക്കലും ടെക്സ്റ്റ് വായിച്ചിട്ട് ഞാൻ ഒരിക്കലും മീനിങ് ഞാൻ ഒരാളോടും പറയാം. ഞാൻ എന്താണോ ഇപ്പൊ ഫോർ എക്സാമ്പിൾ റെമുനറേഷൻ, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ ഞാൻ ഇവിടെ ക്ലാസ്സിൽ പറയണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എന്താണോ റെമുനറേഷൻ, അത് മാനേജ്മെന്റിനോട് എങ്ങനെ കണക്ട് ചെയ്യും ആ രീതിയിലായിരിക്കും ഞാൻ പറയാം. മനസ്സിലായോ? ഞാൻ റെഫർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഞാൻ ടെക്സ്റ്റ് റെഫർ ചെയ്യാറില്ല. ഞാൻ റെഫർ ചെയ്യുന്നത് വേറെ രീതിയിലാണ്. ഓക്കെ, അതൊക്കെ ഓക്കെ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ ആണോ? ഓക്കെയാണ്. ഞങ്ങൾ കംപ്ലീറ്റ് ഇതില് ടെക്സ്റ്റ് റെഫർ ചെയ്യുന്ന ഞാനെന്താ പറയാ, ഇത് ഒന്നാമത് ഓൺലൈനാണ്, റെക്കോർഡാണ്. സോ എനിക്ക് പറയുന്നതിൽ ഭയങ്കര ലിമിറ്റേഷൻസ് ഉണ്ട്, ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. നിങ്ങൾ പറയുന്നത് എനിക്ക് ക്ലിയർ ആണ്, എല്ലാം മനസ്സിലായിട്ടുണ്ട്, എല്ലാം മനസ്സിലായി. സോ ഇതിന് ഞാൻ എന്തായാലും ഇൻഫോം ചെയ്യാന്ന് വെച്ചാൽ നിഷംസ് ഞങ്ങളുടെ ഹെഡാണ്. മിസ്സിനോട് ഞാൻ ഇൻഫോം ചെയ്യാം. ഞാൻ ഇന്ന് ക്ലാസ് എടുത്തിട്ടില്ല എന്നെനിക്ക് ചിലപ്പോൾ മോക്ക് ടെസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ, അതിന്റെ പേരിലൊന്നും പറയരുത്. തമാശ കഥാണ്. ക്ലാസ് എടുത്തിട്ടില്ല കേട്ടോ. ക്ലാസ് എടുക്കുമ്പോഴാണ് നമുക്ക് മോക്ക് ടെസ്റ്റ് വരാം. വേണമെങ്കിൽ കുറച്ച് പോർഷൻ ഞാൻ എടുക്കും. എന്തായാലും എടുക്കാണ്ട് ഞാൻ പോവില്ല, എടുക്കും. അത് കഴിഞ്ഞിട്ട് 12:30 നിങ്ങൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. നിഷ മിസ്സിനോട് വരാൻ പറയും. ജസ്റ്റ് മിസ്സിനോട് നേരിട്ട് പറയും. കാരണം മിസ്സിനെ വിളിക്കുന്ന വേറൊന്നും കൊണ്ടല്ല, മിസ് ഹെഡാണ്. ഞങ്ങൾ ഇന്നലെ സംസാരിച്ചായിരുന്നു മിസ്സിനോട്. നിഷ മിസ്സിനോട് സംസാരിച്ചോ? സംസാരിച്ചു. ബാക്കി ഞാൻ പറഞ്ഞു. ആക്ച്വലി ഇന്നലെ ലാസ്റ്റ് ജസ്റ്റ് ഞങ്ങളൊന്ന് മൈക്ക് ഓൺ ചെയ്യാൻ പറഞ്ഞ ഈ കാര്യം അപർണ മിസ്സിനോട് പറഞ്ഞപ്പോ തന്നെ മിസ് ഞാൻ പോയി മിസ്സിനെ വിളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് അപ്പൊ തന്നെ മൈക്ക് ഓഫ് ചെയ്ത് പോയി. അങ്ങനെ ഇന്നലെ നിഷ മിസ് വന്ന് ഞങ്ങൾ എല്ലാ കാര്യം പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച നിഷ മിസ്സിനോട് ഈ സെയിം കാര്യം പറഞ്ഞേക്കണെയാണ്. ഇതിപ്പോ 2ാമത്തെ പ്രാവശ്യം ഇന്നലെയും പറഞ്ഞത്. മിസ്സിനോട് പറഞ്ഞ് മിസ് ഇത് ആരോടും പറഞ്ഞില്ല. പക്ഷെ ഞങ്ങൾ നിഷ മിസ് ഒരു ദിവസം കയറി വന്ന് നിങ്ങളുടെ വിശേഷം എന്ന് ചോദിച്ചപ്പോ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഇത് പറഞ്ഞതാ. ഇന്നലെ 2ാമത്തെ തവണ പിന്നെ നിഷ മിസ്സിനോട് സെയിം കാര്യം കംപ്ലൈന്റ് ചെയ്യുന്നത്. അപ്പൊ വേണ്ട, ഞാൻ വിളിക്കുന്നില്ല, ഞാൻ പറഞ്ഞോളാം. കാര്യങ്ങൾ ഞാൻ പറഞ്ഞോളാം. എനിക്കറിയില്ലായിരുന്നു. ഞാൻ ഓക്കെ, എല്ലാം മനസ്സിലായിട്ടുണ്ട്. ഇതിന് സൊല്യൂഷൻ എന്തായാലും ഉണ്ടാവും. പഠിക്കണം. ഓക്കെ, അപ്പൊ എന്തുണ്ടെങ്കിലും ഓപ്പൺ ആയിട്ട് പറഞ്ഞാൽ ഇനി എനിക്ക് തോന്നിയ കാര്യം പറയട്ടെ. ആസ് എ ടീച്ചർ എല്ലാവരും ഇപ്പൊ ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാല്, നിങ്ങളിപ്പോ എനിക്കെതിരെ കംപ്ലൈന്റ് പറഞ്ഞു, എനിക്കെതിരെ മീൻസ് നിങ്ങളുടെ ഒപ്പീനിയൻ പറഞ്ഞു, കംപ്ലൈന്റ് അല്ല, ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്ന് വിചാരിക്കും. ഞാൻ എങ്ങനെയാന്ന് വെച്ചാല് ഞാനത് മാക്സിമം ഞാൻ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കും. ഞാൻ എങ്ങനെയാണ് ഞാൻ ഒരാളെയും ഇവിടെ കുറ്റം പറയുന്നതല്ല, ഒരാളെയും കുറ്റം പറയുന്നില്ല. ചിലവര് ഞാൻ എന്റെ പണ്ടത്തെ ക്യാരക്ടർ ആണെങ്കിൽ ഞാൻ നിങ്ങളിത് എന്നോട് ഇങ്ങനെ പറയുമ്പോ
എനിക്ക് നിങ്ങൾ ഫേസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ വരാൻ എനിക്ക് ബുദ്ധിമുട്ടായിരിക്കും, ക്ലാസ്സിൽ പോർഷൻസ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ പണ്ടത്തെ ഞാനാണെങ്കിൽ അങ്ങനെയും ഒരു ക്യാരക്ടർ ഉണ്ടാകും എല്ലാവർക്കും. ഓക്കെ, എനിക്ക് തോന്നുന്നത് ചിലപ്പോ ഈ സെയിം ഫീലിംഗ് ഈ പറയുന്ന ആൾക്കുണ്ടാകും. ഓക്കെ, അല്ല മാം, നമ്മളിങ്ങനെ തുടർച്ചയായിട്ട് കംപ്ലൈന്റ് പറയുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു എഫേർട്ടെങ്കിലും അയാൾക്ക് നിന്ന് എടുക്കാലോ. ലൈക്ക് അത് നമ്മൾ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ടെന്നൊരു ഭാവമേ മിസ്സിനില്ല. മിസ് അങ്ങനെ ഒരു സംഭവം അറിഞ്ഞിട്ടേ ഇല്ലാത്ത രീതിയിലാണ് വന്ന് ക്ലാസ് എടുത്തിട്ട് പോകുന്നത്. നമുക്കൊന്നും മനസ്സിലാവുന്നതാത്തോണ്ടാണ് ഞങ്ങൾ കംപ്ലൈന്റ് പറഞ്ഞില്ലേ, ഞങ്ങൾ പറയത്തില്ലല്ലോ. ക്ലിയർ ആണ്, എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എല്ലാവരും ആ രീതിയിൽ ആക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഞാൻ അത് എന്റെ ന്യായീകരണം കേട്ട് തോന്നും, ഇത് ന്യായീകരണമേ അല്ല, പക്ഷെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇതിനെന്തായാലും സൊല്യൂഷൻ ഞാൻ എന്തായാലും പറയുന്നുണ്ട്. അതൊക്കെ മിക്കവാറും ഉണ്ടാകാൻ പോകുന്നത് ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ പ്രഡിക്റ്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾക്ക് എത്ര ടീച്ചേഴ്സ് ഉണ്ട് മൊത്തത്തില്? 4 ടീച്ചേഴ്സോ? 5 ടീച്ചേഴ്സ് ഉണ്ടല്ലേ? അത് 4ആയിട്ട് കുറഞ്ഞ കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ചാപ്റ്റർ തീർന്നാ മതി അല്ലേ? അങ്ങനെയല്ല, ഞാൻ തമാശ, ജസ്റ്റ് ജോക്കിംഗ് ആണ്. ഞാൻ പറയുന്നത് സീരിയസ് ആയിട്ട് കേട്ടോ. എനിക്ക് ക്ലിയർ ആണ്. ചിലപ്പം അതായിരിക്കും മിക്കവാറും ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞൊരു ഇത് അത് നീ ഗ്രൂപ്പിലാണോ പറഞ്ഞ അതോ നിഷാ മിസ്സിനാണോ ഓർമ്മയില്ല. നിഷാ മിസ്സിനോട് തന്നെയാന്ന് തോന്നുന്നു. ഇത്രയും വലിയൊരു ചാപ്റ്റർ, ഇത്രയും ഇമ്പോർട്ടന്റ് ആയ ഒരു ചാപ്റ്റർ ഇങ്ങനെ എടുത്ത് തീർത്തിട്ട് എന്താണ് കാര്യം? ഇപ്പൊ ചില ടീച്ചർ വളരെ സിമ്പിൾ ആയിട്ടുള്ള, അവർ നന്നായി പഠിപ്പിക്കുകയും ചെയ്യും, എന്നാൽ അവർ വളരെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ് അവർക്ക് കൊടുത്തിരിക്കുന്നത്. ഇത്രയും ഇമ്പോർട്ടന്റ് ആൻഡ് ടഫ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്രയും ലോങ് ആയിട്ടുള്ള അതാരും ഉദ്ദേശിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ എടുക്കുന്ന ചാപ്റ്റർ ആർക്ക് കൊടുത്ത് ആര് നന്നായിട്ട് എടുക്കും അങ്ങനെ പറഞ്ഞു. അത് ഒന്നും പറയുകയാണെങ്കിൽ വന്ദന മിസ് ഓക്കെയാണ്. ആരായിരുന്നു? വന്ദന മിസ് ഇല്ല. മനസ്സില്ലല്ലോ. ഇല്ല. ഉള്ള ടീച്ചേഴ്സിലാണെങ്കിലോ ആര് അശ്വതി മിസ് ഓക്കെയാണ്. ആർക്ക് കൊടുത്താലും അവർ നന്നായിട്ട് എടുക്കും. ആ ഒരു ആതിര മിസ് ആതിര മിസ്, മിലു മിസ്, മിസ്സൊക്കെ നല്ലതാണ്. ഞങ്ങൾക്ക് ഈ ഒരാളുടെ ഒരു അപ്രോച്ച് മാത്രമാണ് പറ്റാത്തുള്ളൂ. ബാക്കി ആരുടെ ക്ലാസ്സിൽ ഞങ്ങൾക്ക് കംപ്ലൈൻസ് ഇല്ല. ഡിപ്ലോമയിൽ ഞങ്ങളെ അശ്വതി മിസ്സാ പഠിപ്പിച്ചത്. മിലു മിസ്സും ആതിര മിസ്സൊക്കെ നന്നായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ക്ലാസ് എടുത്തു പോണത്, വളരെ വ്യക്തമായിട്ട്. സൊല്യൂഷൻ നമുക്ക് സെറ്റ് ആക്കാം. എനിക്ക് കുറച്ചു നേരം ഞാൻ ക്ലാസ് എടുത്തോട്ടെ, കുറച്ചു നേരം. അല്ലെങ്കിൽ എനിക്ക് തന്നെ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നും. ഓക്കെ, ഞാൻ സംസാരിക്കാം കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ് ആണെങ്കിൽ ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കില്ലായിരുന്നു, ഫുൾ ടൈം നമുക്ക് സംസാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ തീർച്ചയില്ല, കുറച്ചെങ്കിലും പോർഷൻ എടുക്കാം. ഈ ചാപ്റ്റർ കുറച്ച് സിമ്പിൾ ആണ്, ഈസി ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നോട്ട്സ് വിസിബിൾ ആണ്. കുറച്ച് ടൈം കുറച്ചങ്ങോട്ട് പോകും, കുഴപ്പമില്ല. 12:30 തന്നെ നിർബന്ധമുണ്ടോ? ഇല്ലല്ലോ. ഇല്ല മിസ്, കുഴപ്പമില്ല. Okay. Next point is recruitment, selection, and placement. Recruitment is the process of actively seeking out, finding, and hiring candidates for a specific position or job. The recruitment definition includes the entire hiring process from inception to the individual recruits' integration into the company. The process of identifying and hiring the applicants for filling the vacancies in an organization is called a selection. Okay, എന്താണ് റിക്രൂട്ട്മെന്റ്, എന്താണ് സെലക്ഷൻ, എന്താണ് പ്ലേസ്മെന്റ്? ആ ടെക്സ്റ്റിലെ പോയിന്റ് വായിക്കാതെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ? അറിയാലോ. റിക്രൂട്ട്മെന്റ് എന്താ? എംപ്ലോയീസിൽ നമ്മൾ ഹയർ ചെയ്യുന്നതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. സെലക്ഷൻ എന്താ? കൈൻഡ് ഓഫ് എ സെലക്ഷൻ. ഏതെല്ലാം വേക്കൻസീസിലൊക്കെ നമ്മുടെ എത്ര സ്റ്റാഫ്സിൽ നമ്മൾ സെലക്ട് ചെയ്യും, അതാണ് സെലക്ഷൻ എന്ന് പറയുന്നത്. ചൂസ് ചെയ്യും, സെലക്ട് ചെയ്യും. ദെൻ പ്ലേസ്മെന്റ് ഉള്ള കാലം അല്ലെ, ജോബോടുള്ള പ്ലേസ്മെന്റ് പ്രൊവൈഡ് ചെയ്യണം. ഇതാണ് ഇത് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ആൻഡ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? നമ്മളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മാനേജ്മെന്റ് ആണ്. മാനേജ്മെന്റിൽ ഫസ്റ്റ് പ്ലാനിങ് ആയിരുന്നു, പ്ലാനിങ് കഴിഞ്ഞ് ഓർഗനൈസിങ് കഴിഞ്ഞു. ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം? റിക്രൂട്ട് ചെയ്യണം അല്ലെ, സ്റ്റാഫ്സിനെ റിക്രൂട്ട് ചെയ്യണം. അതുപോലെ സെലക്ട് ചെയ്ത് ഏതൊക്കെ വേക്കൻസീസിനാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ജോബ്സ്, അല്ലെങ്കിൽ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലാണ് അവരെ
എന്താ റിക്രൂട്ട് ചെയ്യേണ്ടത്, പ്ലേസ് ചെയ്യേണ്ടതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതാണ്. സോ ഇതാണ് റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ആൻഡ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇത് വളരെ ഈസി ചാപ്റ്റർ ആണ്, നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റുന്ന ഒരു ഈസി ചാപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ? ഞാൻ നിങ്ങളോട് കാര്യം ചെയ്യട്ടെ. നമ്മള് വേണ്ട, ഇനി നീണ്ടുപോകും, ഇത് കഴിയട്ടെ. എന്റെ കണ്ടിന്യൂഷൻ ഉണ്ടേ, ഞാൻ സംസാരിച്ചല്ലേ ശരിയായില്ല. ഓക്കെ, ചോദിക്കണില്ല, അത് കുറച്ച് കണ്ട് കേട്ടെ. പിന്നെ the process of assigning a specific job to each one of selecting candidates is a column based. ഞാൻ പറഞ്ഞ ഇത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഈ പോയിന്റ് ഓക്കെ ആണോ? റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ ആൻഡ് പ്ലേസ്മെന്റ് നിങ്ങൾക്ക് വായിക്കാനുള്ള സമയം ഞാൻ തരുന്നില്ല കേട്ടോ. കുഴപ്പമില്ലല്ലോ? ക്ലിയർ അല്ലേ? വായിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ആണ്. പ്രത്യേകിച്ച് അതൊന്നും ഡിഫിക്കൽട്ട് ആയിട്ട് ഒന്നുമില്ല. ഓക്കെ, and the next one is training and development. ഒരു സ്റ്റാഫിനെ സെലക്ട് ചെയ്തതിനു ശേഷം നമ്മൾ എന്താ ചെയ്യുക? അവർക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം അല്ലെ? ട്രെയിൻ ചെയ്ത് അവർ കുറച്ചുകൂടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടാണ് ആ കമ്പനിയിൽ പിന്നെ അവര് ജോയിൻ ചെയ്യുക, കണ്ടിന്യൂ ചെയ്യുന്നത് അല്ലെ? എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയല്ല, ട്രെയിനിങ് പീരീഡ് ഉണ്ടാവും നമുക്ക് അല്ലെ? അത് തന്നെയാണ് ഇവിടെയും പറയുന്നത് കേട്ടോ. Training and development refer to education activities within a company created to enhance knowledge and skills of employees while offering information and instruction on how to better perform specific tasks. ഓരോ ടാസ്ക് തരുമ്പോഴും ആ ടാസ്ക് എങ്ങനെ പെർഫോം ചെയ്യണം, അതിന് വേണ്ട സ്കിൽസും അതിന് വേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും എല്ലാം ആ ടൈമിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സ്റ്റാഫ്സിന്. ഓക്കെ, ട്രെയിനിങ് ഇസ് എ ഷോർട്ട് ടൈം റിയാക്റ്റീവ് പ്രോസസ് meant for operatives and the process while development in design as a continuous proactive process meant for executives. In training, employees aims is to develop a total personality. In training, the initiative is taken by the management with the objectives of meeting the present needs of employee. In development, initiatives is taken by the individuals with the objectives to meet the future need of an employee. എന്താണ് proactive? എന്താണ് proactive? എന്താണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചാണ്, മറക്കുന്നുണ്ടോ നിങ്ങൾ? എന്താണ് proactive? പറയാമോ? പറഞ്ഞേ പറ്റൂ, പഠിപ്പിച്ചാലും പറയണ്ടേ? പറയൂ. proactive എന്താ? മുൻകൂട്ടി കാണും. യെസ്, മുൻകൂട്ടി കാണും അല്ലെ? നമ്മള് ഒരു സ്റ്റാഫിന് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഒരു ആ കമ്പനിയുടെ അല്ലെങ്കിൽ ഓർഗനൈസേഷന് ഇൻസ്ട്രക്ഷനും എല്ലാ കാര്യങ്ങളും ഇൻഫോം ചെയ്യുക, ഇതെല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, ഒരു ബെറ്റർ ആയിട്ട് ഒരു എന്തെങ്കിലും ആക്ടിവിറ്റീസ് തരാണെങ്കിൽ, ടാസ്ക് തരാണെങ്കിൽ എങ്ങനെ പെർഫോം ചെയ്യണം, അതിനെ ബേസ് ചെയ്ത് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നു. അങ്ങനെ ട്രെയിനിങ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മള് മുൻകൂട്ടി കാണണം അല്ലെ? വരാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിൽ ഇതെല്ലാം അവരോട് എല്ലാ കാര്യങ്ങളും പറയുന്നതാണ്. ഓക്കെ, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഞാൻ എന്റെ കാര്യം എടുക്കുകയാണ് കേട്ടോ, എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഞങ്ങളിവിടെ ഒരു ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നുണ്ട്. മീൻസ് എങ്ങനെയായിരിക്കണം. ഞങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് ടീച്ചിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ടീച്ചിങ് എന്ന് പറയുന്ന ഒരു കാര്യം അത്ര ഈസി അല്ല, ഒട്ടും ഈസി അല്ല. പല രീതിയിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും, പല രീതിയിലും പഠിപ്പിക്കാൻ പറ്റും. ഓക്കെ, അപ്പോ ടീച്ചിങ് എന്ന് പറയുന്ന കാര്യം ഒട്ടും ഈസി അല്ല. അപ്പൊ ഞങ്ങൾ ഇപ്പൊ ഞാൻ ചെയ്യുന്ന വെച്ചാല് നമുക്ക് മുൻകൂട്ടി കാണാം, ഇന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണേണ്ടതാണ്. ഓരോ ടാസ്ക് കിട്ടുമ്പോഴും അല്ലെങ്കിൽ ഓരോ എന്ത് ടാസ്ക് ആണ്, ഇപ്പൊ ഒരുപാട് ടാസ്ക് ഇവിടെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. അപ്പൊ ഇതെല്ലാം മുൻകൂട്ടി കണ്ട് ആ രീതിയിലായിരിക്കണം ആ ഒരു എംപ്ലോയീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ആ ട്രെയിനിങ് കൊടുക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും ഇനി വരാൻ പോകുന്ന ഓർഗനൈസേഷൻ, ഇനി വരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ അതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം ആ പേഴ്സൺ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാഫിന് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. അവരെ പേഴ്സണാലിറ്റി തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരും. ഇപ്പോ ഞാൻ ഇവിടെ ജോയിൻ ചെയ്ത സമയത്തെ അങ്ങനത്തെ ഒരു ക്യാരക്ടറേ അല്ല. ഞാൻ ഒരുപാട് മാറി. ഓക്കെ, അപ്പോ നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ ഒരുപാട് ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ട് ആ ഒരു പെർട്ടിക്കുലർ ടൈമിൽ തന്നെ. ഓക്കെ, എന്നാൽ മാത്രമാണ് നമുക്ക് ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് ആസ് എ സ്റ്റാഫ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു ടീച്ചർ ആയിട്ടാണെങ്കിൽ ഞാൻ ഞാൻ ഈ ഡോർ വിട്ട് പുറത്തു പോയി ഞാൻ ടീച്ചർ ചെയ്യില്ല. ഓക്കെ, നമ്മൾ ക്ലാസ് റൂമിൽ ഇരിക്കുമ്പോഴാണ് ആ ഒരു പ്രൊഫഷൻ നമ്മൾ എന്തായാലും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. തമാശയാണ്, ഫ്രണ്ട്ഷിപ്പാണ്, ഒക്കെയാണ്, അതെല്ലാം നമുക്ക് നമ്മുടെ ആ ഒരു പ്രൊഫഷൻ അപ്പുറമാണ് നിൽക്കുന്നത് അല്ലെ? ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഓക്കെ നമ്മൾ ആ ടീച്ചർ ആയിരിക്കണം, ആ രീതിയിലായിരിക്കണം നമ്മൾ ക്ലാസ് ഹാൻഡിൽ ചെയ്യേണ്ടത്, അത് നിർബന്ധമാണ് അല്ലെ? അപ്പൊ ആ ഒരു പേഴ്സണാലിറ്റി നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്, പല രീതിയിലും ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ
ആ ട്രെയിനിങ് പീരീഡിലെല്ലാം ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ആ എക്സ്പീരിയൻസിലൂടെ എല്ലാം സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോ അതിലൂടെ നമുക്ക് ഒരുപാട് ഡെവലപ്മെന്റ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അത് ഓർഗനൈസേഷന് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ ആദ്യം വന്ന ടൈമിൽ ക്ലാസ് എടുത്ത രീതിയിലാണ് ഇപ്പൊ ക്ലാസ് എടുക്കുന്നതെങ്കിൽ ഉണ്ടല്ലോ, ഇപ്പൊ നേരത്തെ പറഞ്ഞ കംപ്ലൈന്റിനേക്കാൾ ഇരട്ടി കംപ്ലൈന്റ് എനിക്ക് കിട്ടിയ, എനിക്ക് അങ്ങനെ കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇല്ല സത്യം, അതൊക്കെ ഒരു പണ്ടത്തെ ഒരു സ്റ്റോറി ഞാൻ പറയുന്നുണ്ട്. അപ്പൊ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് മനസ്സിലായല്ലോ. നമ്മൾ ട്രെയിൻ ചെയ്യുക, അതിലൂടെ നമ്മൾ പതുക്കെ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നതാണ്. ആസ് എ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആസ് എ സ്റ്റാഫ് ആണെങ്കിലും ഓർഗനൈസേഷൻ ആണെങ്കിലും ഒരുപാട് ഡെവലപ്മെന്റ്സ് സംഭവിക്കുന്നുണ്ട് ഇൻ ഫ്യൂച്ചർ. ഓക്കെ, ക്ലിയർ ആണോ? പോയിന്റ് ക്ലിയർ ആണോ? നെക്സ്റ്റ് എന്താണ്? റെമ്യൂണറേഷൻ. റെമ്യൂണറേഷൻ എന്താ? സാലറി. നമ്മൾ വർക്ക് ചെയ്യുന്ന അതിന്റെ സാലറി കാണാമല്ലോ അല്ലെ? Remuneration is the payment or compensation is received for service or employment. നമ്മൾ ചെയ്യുന്ന സർവീസിന്റെ ഒരു കോമ്പൻസേഷൻ അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ഒരു പേയ്മെന്റ് എന്ന് പറയും. അതാണ് ഇത് പറയുന്നത് റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. പേയ്മെന്റ് ആണ്. Base salary and any bonuses or other economic benefits that an employee or executive receives during employment falls under remuneration. നമുക്ക് ആ റെമ്യൂണറേഷൻ ഒരുപാട് ഇപ്പോൾ അറിയാം അല്ലെ? ചില ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന ഒരുപാട് മാർക്സും അല്ലാതെ ഇൻസെന്റീവ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്, ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. റെമ്യൂണറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അറിയാലോ? കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നിങ്ങൾക്ക് എല്ലാവരും ജോലിക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സാലറി കിട്ടും. സാലറിക്ക് വേണ്ടിയാണ് നമ്മൾ ജോലിക്ക് പോകുന്നത് അല്ലെ? ഒരുപാട് ബെനിഫിറ്റ്സും അതെല്ലാം നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടല്ലേ നമ്മൾ ജോലിക്ക് പോകുന്നത്. ലൈഫിൽ സ്റ്റേബിൾ ആകുക, ഫിനാൻഷ്യലി നമ്മൾ സ്റ്റേബിൾ ആകുക. ഓക്കെ, ഇത്രയും പോയിന്റ് മതി. മതി കേട്ടോ, മതി ധാരാളം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, മതി. 12:30. ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ ചോദിക്കാൻ വന്ന കാര്യം ഇതാണ്, അതെനിക്ക് ചോദിച്ചില്ലെങ്കിൽ ശരിയാവില്ല. ഒരു സെന്റൻസ് വൈസ് നിങ്ങളുടെ ഒപ്പീനിയൻ പറയണം. നിങ്ങളുടെ ഒപ്പീനിയൻ മാത്രം പറയണേ, അതിൽ ആരെയും വേണമെന്ന് പറയാൻ നിൽക്കരുത്. ഞാൻ എന്റെ ഓഷൻ ഞാനും പറയാം. നമുക്കിപ്പോ ഒരു പാരഗ്രാഫ്, ഇപ്പൊ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ പാരഗ്രാഫ് ഒരു അത്യാവശ്യം പാരയാണത്. അത് സെന്റൻസ് വൈസ് മീനിങ് പറയുന്നതാണ് ബെറ്റർ, അല്ലെങ്കിൽ ജസ്റ്റ് പാര വായിച്ചില്ലെങ്കിൽ പോലും, അല്ലെങ്കിൽ വായിക്കുന്നു വിചാരിച്ചു, വായിച്ചിട്ട് അതിന്റെ കണ്ടന്റ് ജസ്റ്റ് സമ്മറൈസ് ചെയ്ത് പറയുന്നതാണ് ബെറ്റർ. നിങ്ങൾക്ക് ഏതായിരിക്കും കുറച്ചുകൂടി നല്ലത്? നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് എന്താണ്? പാര എന്തായാലും വായിക്കണം, എന്നാലല്ലേ ഞങ്ങൾക്ക് അതിന്ന് കിട്ടുള്ളൂ. പിന്നെ അതിലിപ്പം സെന്റൻസ് ബൈ സെന്റൻസ് മീനിങ് പറയാനില്ല, അതിന്റെ ആവശ്യം ഉണ്ടാവില്ല. പ്രൊമോഷൻ another position of a higher pay grade or salary. ഇത് അതിന്റെ ഡെഫിനിഷൻ ചെയ്യേണ്ട കാര്യമില്ല, കാരണം വെച്ചാല് മനസ്സിലായോ? അതേസമയം ഇതിൽ ചിലപ്പോ ഒരു പക്ഷെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരുമായിരിക്കും ആയിട്ട്. കാരണം എല്ലാ ഒരു ഇതായിരിക്കും റിക്രൂട്ട്മെന്റ് ഒന്നും കേൾക്കുന്നില്ല. വോയിസ് ബ്രേക്ക് ആവുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇമ്പോർട്ടന്റ് ആയത് നോട്ട് ചെയ്യാൻ പറയണം. ഓക്കെ, സമ്മറൈസ് ചെയ്ത് അറിയാത്ത വേർഡ്സ് മീനിങ് പറയണം. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തത് ഗൈഡിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം, അപ്പൊ അത് മിസ് എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനെയും ഉണ്ട്. അപ്പൊ നമ്മള് എന്താ പറയാ, എലാബറേറ്റ് അങ്ങ് വായിക്കാനല്ല പറയുന്നത്, സ്പെസിഫിക് ആയിട്ട് ഓരോ ഇതും പറയണം എന്നല്ല. ഇത് പിന്നെ അശ്വതി മിസ് പറഞ്ഞുതരും. മിസ് നമുക്കറിയാലോ, മിസ് ഏതായാലും ടൈം ആകുമ്പോൾ ഏതാണ് ഫോക്കസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് പറഞ്ഞത്, അത് ഞങ്ങൾക്ക് എളുപ്പമുണ്ട്. അതുകൊണ്ടാണ് മാമിന്റെ കാര്യത്തിൽ ഞങ്ങൾ ആരും ഒന്നും പറയാതിരിക്കുന്നത്. കാരണം എന്തോ, മിസ് എന്നെ എങ്ങനെ ഓടിച്ച് പഠിപ്പിച്ചെന്ന് പറഞ്ഞാലും റിവിഷൻ സമയത്ത് ഞങ്ങൾക്ക് ഒരു ഗസ് തരും, എങ്ങനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഈ ഒരു വലിയ പാരഗ്രാഫ് ആണെങ്കിൽ പോലും അതിനകത്ത് എന്താണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടതെന്ന് മിസ് ഓപ്പൺ ആയിട്ട് ഞങ്ങളോട് പറയുന്നുണ്ട്. നമുക്ക് അതിന്റെ ബുദ്ധിമുട്ട് വരുന്നില്ല. അപ്പൊ അത് കാരണം മിസ്സിന്റെ ക്ലാസ് ഞങ്ങൾക്ക് ഇങ്ങനെ ഈസി ആവാൻ കാരണം എന്റെയും തന്നെ അല്ല, മിസ്സിന്റെ നമ്മുടെ ഒരു അഭിപ്രായം അതാണ്. മിസ്സിന്റെ ക്ലാസ് എത്ര സ്പീഡിൽ പോയാലും കറക്റ്റ് സമയമാകുമ്പോ നമ്മൾ ഫോക്കസ് പഠിക്കുക. അപ്പൊ അത് കാരണം മിസ്സിന്റെ ക്ലാസ് ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഞങ്ങൾക്ക് അതാണ്. ഓക്കെ, ക്ലിയർ.
പിന്നെ മാം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ കുറച്ച് നേരം എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതൊന്ന് സൗണ്ട് അല്ല സ്പീഡ് കുറച്ചിട്ട് പറയാൻ. ഓക്കെ, ഓൾമോസ്റ്റ് ക്ലിയർ ആണ് കേട്ടോ. പിന്നെന്താ പറയാനുണ്ടല്ലോ. അതിന്റെ കംപ്ലൈന്റ് വന്ന കഥ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഞാൻ ആ കഥ? എനിക്ക് കംപ്ലൈന്റ് വന്നൊരു കഥയുണ്ട്. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞിട്ടില്ലേ? ഞാനിവിടെ ഫസ്റ്റ് ജോയിൻ ചെയ്ത സമയത്ത് ഞാനന്ന് ഇംഗ്ലീഷാണ്, ഞാൻ ഇംഗ്ലീഷ് ടീച്ചറായിട്ടാണ് വന്നേക്കാം. സോ ഫസ്റ്റ് ജോയിൻ ചെയ്ത സമയത്ത് ഞാൻ മോണ്ടിസോറിലാണ് ഇംഗ്ലീഷ് ക്ലാസ് എടുത്തത്. ഇതിനേക്കാൾ വലിയ കംപ്ലൈന്റ് വന്നിരിക്കുക. അയ്യോ സൂപ്പറായിരുന്നത്. എനിക്ക് വോയിസ് അയച്ചു സാറ്, ആ ടീച്ചറെ മാറ്റണം, ഞങ്ങൾക്ക് ആ ടീച്ചർക്ക് എടുക്കുന്നത് മനസ്സിലാവുന്നില്ല, എന്തെന്ന് ക്ലാസ് ഒക്കെ എടുക്കുന്നേ എനിക്ക് മനസ്സിലാവുന്നില്ല, ടീച്ചറെ മാറ്റണം, ഞങ്ങൾക്ക് ആ ടീച്ചർ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊക്കെ പറഞ്ഞു. അടിപൊളി, ഇതൊക്കെ കേട്ടിട്ട് ഞാൻ ക്ലാസ്സിലുള്ളൂ. പക്ഷെ എനിക്ക് ഇങ്ങനത്തെ ഒരു മൈൻഡ്. ഞാൻ ഓക്കെ, എന്റെ രണ്ടോ മൂന്നോ ക്ലാസ് ആയിട്ടുള്ളൂ കേട്ടോ, മൂന്നാമത്തെ ക്ലാസ് എന്തായിട്ടുള്ളൂ. അന്ന് ഞാൻ ഒരു സാറിന് പകരം കയറിയതാ. അപ്പൊ ഒരിക്കലും ആ സാറെടുക്കുന്ന പോലെ നമുക്ക് എടുക്കാൻ പറ്റില്ല. സോ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ 2 3 ക്ലാസ് മാത്രമേ എന്നെ കണ്ടിട്ടുള്ളൂ. സോ നിങ്ങൾ പറഞ്ഞ ഒപ്പീനിയൻ പറഞ്ഞുകൊണ്ട് തെറ്റൊന്നുമില്ല, നമുക്കത് പറയാം, നിങ്ങൾക്ക് റൈറ്റ്സ് ഉണ്ട്, പറഞ്ഞോളൂ. പക്ഷെ 1 2 3 ക്ലാസ് കണ്ടിട്ട് ആ ഒരു ഒപ്പീനിയൻ പറയുന്നത് ഒട്ടും നല്ലൊരു കാര്യമല്ല എന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ ഇനി നോക്കൂ, നമുക്ക് ക്ലാസ് എന്തായാലും മുന്നോട്ട് പോകാൻ, വേറെ ഓപ്ഷനൊന്നുമില്ല, നമുക്ക് ക്ലാസ് മുന്നോട്ട് പോകാന്ന് പറഞ്ഞു. ക്ലാസ് എടുത്തു, കോഴ്സ് കംപ്ലീറ്റ് ആയി. സോ കോഴ്സ് കംപ്ലീറ്റ് ആയി. ആ പറഞ്ഞ കുട്ടി എന്നോട് സോറി പറഞ്ഞു. കാരണം അതെന്റെ വാശിയായിരുന്നു, എനിക്ക് ഭയങ്കര വാശിയുണ്ടായിരുന്നു. ഒരു കംപ്ലൈന്റ് വന്നു, ശരി സമ്മതിച്ചു, കംപ്ലൈന്റ് വന്നാൽ ആ കംപ്ലൈന്റ് മാറ്റണം. ഓക്കെ, ആ കംപ്ലൈന്റ് വളരെ എനിക്കത് ഭയങ്കര വാശിയാണ്. ആ കംപ്ലൈന്റ് മാറ്റി, ആ കംപ്ലൈന്റ് പറഞ്ഞ കുട്ടി തന്നെ എന്നോട് സോറി പറഞ്ഞു. ഞാൻ പറയിപ്പിച്ചല്ല, ഒരു സോറി പറയണമെന്ന് പറയിപ്പിച്ചല്ല, പറഞ്ഞു. കാരണം മിസ് ഞങ്ങൾക്ക് തെറ്റ് പറ്റി, ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. സോ മിസ് നല്ല ക്ലാസ് എടുത്തു, അത് മാറ്റി പറയിച്ചപ്പോഴാണ് എനിക്ക് സമാധാനം വന്നേക്കാം. ഓക്കെ, എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്. കാരണം ഇത് ഇവിടെ പറയാൻ കാരണം വേറൊന്നുമല്ല, അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ എല്ലാവരും അറിയില്ല എനിക്ക്, ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ആളെ കുറ്റം പറയുന്നതാണ്. ഒരിക്കലും ആളെ കുറ്റം പറയുന്നത് ഞാൻ ജനറലൈസ് ചെയ്ത് പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, നമ്മുടെ ലൈഫിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, എനിക്കും ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, ഒരുപാട് കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ട്. ഇത് രണ്ടാമത് HCN കംപ്ലൈന്റ് വന്നു, ഞാൻ എടുക്കുന്ന പക്ഷം മനസ്സിലാവുന്നില്ല. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് തന്നെ വരുന്നത്. എന്റെ ഫീസിനെ കണ്ട് ക്ലാസ് എടുക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ പറയുന്നത് എന്താന്ന് പോലും എനിക്ക് തന്നെ ബോധമില്ലാണ്ടേ. കുട്ടികളെ പറഞ്ഞ കാര്യമില്ല, തെറ്റ് പറയാൻ പറ്റില്ല, അത് പറയുന്നത് കറക്റ്റാ. പക്ഷെ ഒരു കംപ്ലൈന്റ് പറഞ്ഞ് കേട്ട് ഞാൻ അവിടെ വെച്ച് ഇത് അവസാനിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ നമ്മളിരിക്കില്ലായിരുന്നു. പക്ഷെ എന്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം. അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവാം, കാരണം വഴിയൊന്നുമില്ല അല്ലെ. കുറ്റമുള്ളോ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉള്ളതുകൊണ്ടായിരിക്കും പറയാം. സോ ഇത് പറയുമ്പോൾ ചിന്തിക്കേണ്ടത് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, നിങ്ങളുടെ ലൈഫിലും ഉണ്ടായാൽ ഒരിക്കലും ആയിട്ട് ചിന്തിക്കരുത്. ഓക്കെ, അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട്, അത്രയേ ഉള്ളൂ. അതുപോലെ എന്തോ മെസ്സേജ് വന്നു. എന്നോട് പിന്നെ നിങ്ങൾ എന്തും പറയുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് എനിക്ക് ഒരു വിഷയമില്ല. ഓക്കെ, എന്താണെങ്കിലും പറയണം. ഓക്കെ, എന്താണെങ്കിലും പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, ഞാനത് അക്സെപ്റ്റ് ചെയ്യും. വേറെ വഴിയൊന്നുമില്ലല്ലോ, അക്സെപ്റ്റ് ചെയ്യാം, നമുക്ക് ആദ്യം മുന്നോട്ട് പോകാം. കാരണം നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ്, അത്രയേ ഉള്ളൂ. നമ്മുടെ മാനേജ്മെന്റിന്റെ ഏറ്റവും വലിയ കൺസേൺ എന്ന് പറയുന്നത് സ്റ്റുഡൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ആണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അതനുസരിച്ച് ക്ലാസ് എടുക്കുക, അത് ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. മനസ്സിലായോ? അതിൽ തന്നെ ക്ലാസ് എടുക്കണം. അല്ലെങ്കിൽ പിന്നെ ഈ ടീച്ചർ പ്രൊഫഷനിൽ വന്നിരുന്നത് കാര്യമില്ല അല്ലെ. ഇപ്പൊ എന്റെ മുന്നിൽ നിങ്ങൾ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതെന്തെങ്കിലും കുറച്ച് മനസ്സിലാകണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് എന്ന് എനിക്കറിയാം. അത് ഞാൻ എല്ലാ ക്ലാസ്സിലും പറയുന്ന ഒരു കാര്യമാണ്. പിന്നെ സ്പീഡ് എനിക്ക് എല്ലാ ക്ലാസ്സിൽ നിന്ന് കംപ്ലൈന്റ് വന്നിട്ടുണ്ട്, ഈ ബാച്ച് അടക്കം. സ്പീഡ് പറയും, അതുണ്ട്, ആ സ്പീഡ് എനിക്ക് അറിയാം. പക്ഷെ ആ സ്പീഡ് എനിക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഞാൻ നോർമലി സംസാരിക്കുന്നതിന് സ്പീഡ് ഉണ്ട്, സോ ക്ലാസ് എടുക്കുന്നതിന് സ്പീഡ് ഉണ്ട്. നിങ്ങൾ അത് അഡ്ജസ്റ്റ് ആവണമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ആ സ്പീഡ് ഉണ്ടെങ്കിലും ഞാൻ എഗെയിൻ ഞാൻ പറയുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ഞാൻ വീണ്ടും പറയുന്നുണ്ട്. ഇപ്പോ ഈ എക്സാമിനാണെങ്കിൽ ഞാൻ ഇമ്പോർട്ടൻസ് പറയുന്ന ഒരാളല്ല, അത് ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ പറയും, അതിപ്പോഴല്ല, ഞാൻ എക്സാമിന്റെ ടൈമിൽ ഒരു ക്ലാസ് തന്നെ ഇമ്പോർട്ടൻസിന് വേണ്ടി ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇതെല്ലാം ഇമ്പോർട്ടന്റ് ആണ്, ഇത് നോട്ട് ചെയ്യണം, അത് നോട്ട് ചെയ്യണം എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. സോ അത് ഞാൻ എന്തായാലും എക്സാമിന് തരുമല്ലോ. അത് 23ക്കും 25 അറിയാം, 24 അറിയില്ല. നമ്മൾ എക്സാമിന് നേരിട്ട് കൂട്ടിയിട്ടില്ലല്ലോ.
അതുകൊണ്ട് അങ്ങനെ ഇമ്പോർട്ടൻസ് ഒരു ക്ലാസ് ഞാൻ വെക്കുന്നുണ്ട്. അതാ ഞാൻ ഇങ്ങനെ അണ്ടർലൈൻ ചെയ്യുന്നൊന്നും ഞാൻ പറയാറില്ല. പക്ഷെ ആ എക്സാമിന് മുന്നായിട്ട് ഞാൻ അതെല്ലാം വന്ന് പറയും കേട്ടോ. അപ്പൊ ആ ഒരു കാര്യത്തിൽ ടെൻഷൻ ഒന്നും ആർക്കും വേണം. ഓക്കെ, പിന്നെ സ്പീഡ് ഉണ്ടെങ്കിലും ഞാനത് കോമൻസ് ചെയ്ത് പറയുന്നുണ്ട് എന്നാണ് എന്റെ വിശ്വാസം. ഇനി അഥവാ കൂടുതൽ എക്സ്പ്ലനേഷൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കുക, ഡയറക്ട്ലി ചോദിക്കൂ, ഞാനത് പറഞ്ഞു. ഓക്കെ, ക്ലിയർ അല്ലേ? ഞാൻ എന്റെ വേർഷൻ പറഞ്ഞാണ്, എന്റെ കാര്യങ്ങൾ പറയണമല്ലോ, സോ അത് പറഞ്ഞാണ്. ബാക്കി നിങ്ങൾ പറഞ്ഞതിനുള്ള സൊല്യൂഷൻ എല്ലാം ഞാൻ നിങ്ങൾ പറഞ്ഞെല്ലാം ഞാൻ അറിയിക്കുന്നതായിരിക്കും. കുറച്ചധികം സമയം പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുറച്ച് പോർഷൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം നിങ്ങൾക്കറിയാം. സോ ഈ ഒരു പോർഷനെ ബേസ് ചെയ്ത് മാത്രമേ ഇന്ന് മോക്ക് ടെസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ, മോക്ക് ടെസ്റ്റ് കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ലല്ലോ. മാക്സിമം ഞാൻ തരുന്ന പോലെ തരാൻ നോക്കാം. എന്നാൽ ഓക്കെ, അറിയാം, റീസൺ അറിയാമെന്ന് വിശ്വസിക്കുന്നു. അത്രയേ ഉള്ളൂ. ഇനി എന്തെങ്കിലും പേഴ്സണലി പറയാനുണ്ടെങ്കിൽ പേഴ്സണലി പറയൂ കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ. അത്രയേ ഉള്ളൂ. Okay, bye to all. See you next class. Bye.